ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം ഉറങ്ങിക്കിടക്കുന്ന ഒരു നാട്. പക്ഷേ അവിടത്തെ തെരുവുകളിൽ വിശപ്പ് അലയടിക്കുന്നു. സ്വർണ്ണത്തളികയിൽ വിളമ്പിയ ഭക്ഷണം കൺമുന്നിലുണ്ടായിട്ടും അത് കഴിക്കാൻ കഴിയാത്ത ഒരു ജനതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയുടെ സ്വർഗം എന്നറിയപ്പെട്ടിരുന്ന വെനസ്വേല എങ്ങനെയാണ് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് വീണുപോയത്? അതൊരു ശാപമായിരുന്നോ? അതോ മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ ബാക്കിപത്രമോ? ചരിത്രമെന്നത് വെറും തീയതികളല്ല, അത് മനുഷ്യന്റെ കണ്ണുനീരും സ്വപ്നങ്ങളും ചേർന്നൊഴുകുന്ന ഒരു പുഴയാണ്. ആ പുഴയുടെ ഉത്ഭവം തേടി നമുക്കൊരു യാത്ര പോകാം. വെനസ്വേലയുടെ ഹൃദയത്തിലൂടെ, ലിബറേറ്റർ എന്നറിയപ്പെടുന്ന സൈമൺ ബൊലിവറുടെ സ്വപ്നങ്ങളിലൂടെ, എണ്ണയെന്ന കറുത്ത സ്വർണത്തിന്റെ തിളക്കത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. യാത്ര തുടങ്ങുന്നതിനു മുൻപ് നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് ഈ കഥ കേൾക്കുന്നത്? സമയം എത്രയായി എന്ന് താഴെ കോമന്റ് ചെയ്യാമോ? നമ്മൾ ഒരേ സമയത്താണോ ഈ ചരിത്രവഴികളിലൂടെ സഞ്ചരിക്കുന്നത് എന്നറിയാനാണ്. തയ്യാറാണെങ്കിൽ നമുക്ക് 1498 ആ പഴയ കാലഘട്ടത്തിലേക്ക് പോകാം. കേരളത്തിലെ ഇടവപ്പാതിക്കാലത്ത് പെയ്യുന്ന കനത്ത മഴയില്ലേ, മുറ്റത്തെ മരങ്ങളെയും മണ്ണിനെയും കുളിർപ്പിച്ച് അന്തരീക്ഷമാകെ പച്ചപ്പിന്റെ ഗന്ധം നിറയ്ക്കുന്ന ആ മഴ. അതുപോലൊരു മഴയാണ് വെനസ്വേലയുടെ വടക്കൻ തീരങ്ങളിലും പെയ്തിരുന്നത്. ഓരിനോക്കോ നദി കരകവിഞ്ഞൊഴുകുന്നു. ആമസോൺ വനങ്ങളുടെ വടക്കേയറ്റത്ത് മഞ്ഞു പുതച്ചു നിൽക്കുന്ന ആൻഡീസ് പർവ്വതനിരകൾ. പ്രകൃതി കനിഞ്ഞു നൽകിയ സമ്പത്തുകൊണ്ട് അനുഗ്രഹീതമായ മണ്ണ്. ക്രിസ്റ്റഫർ കൊളംബസ് തന്റെ 3ാം യാത്രയിൽ ഈ തീരത്ത് കപ്പലിറങ്ങിയപ്പോൾ കൺമുന്നിൽ കണ്ട കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ആകാശത്തേക്കുയർന്നു നിൽക്കുന്ന മലനിരകളും തെളിഞ്ഞ വെള്ളവും ഫലഭൂയിഷ്ടമായ മണ്ണും കണ്ട് അദ്ദേഹം അതിനെ വിളിച്ചു ടിയറ ഡി ഗ്രേഷ്യ, അഥവാ കൃപയുടെ ഭൂമി, ലാൻഡ് ഓഫ് ഗ്രേസ്. സ്വർഗം ഭൂമിയിലുണ്ടെങ്കിൽ അതിതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പക്ഷേ ആ സൗന്ദര്യത്തിനു പിന്നിൽ ഒളിഞ്ഞിരുന്ന ചോരയുടെയും കണ്ണീരിന്റെയും ഭാവി അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. നൂറ്റാണ്ടുകൾ കടന്നുപോയി. സ്പെയിനിന്റെ കോളനി വാഴ്ചയുടെ ഇരുമ്പുമുഷ്ടിയിൽ ആ മണ്ണ് ഞെരിഞ്ഞമർന്നു. നമ്മുടെ നാട്ടിൽ വൈദേശിക ആധിപത്യത്തിനെതിരെ നടന്ന പോരാട്ടങ്ങളുടെ അതേ വീര്യം അവിടെയും തിളച്ചുമറിയുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ കഥയിലെ നായകൻ, അല്ലെങ്കിൽ ഈ ചരിത്രത്തിന്റെ സാക്ഷി കടന്നുവരുന്നത്, സൈമൺ ബൊളിവർ. സങ്കൽപ്പിക്കുക, കാരക്കാസിലെ ഒരു സമ്പന്നമായ വീട്. അവിടെ ജനിച്ചുവീണ ബൊളിവർക്ക് വേണമെങ്കിൽ സുഖലോലുപതയിൽ ജീവിച്ചു മരിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഒരു വൈകുന്നേരം ആൻഡീസ് പർവ്വതനിരകളുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ബൊളിവർ കണ്ടത് വെറുമൊരു രാജ്യമല്ല, മറിച്ച് ചങ്ങലയിൽ കിടക്കുന്ന തന്റെ അമ്മയെയാണ്. ലാറ്റിൻ അമേരിക്കയെ മുഴുവൻ ഒന്നിപ്പിച്ച് ശക്തമായൊരു സാമ്രാജ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഗ്രാൻ കൊളംബിയ എന്ന ആ സ്വപ്നം അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി. യുദ്ധക്കളങ്ങളിൽ കുതിരപ്പുറത്തേറി കാറ്റും മഴയും വെയിലും വകവയ്ക്കാതെ ബൊളിവർ സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ വാളുകൾക്ക് മഴവെള്ളത്തിന്റെ തണുപ്പും ചോരയുടെ ചൂടും ഒരുപോലെ പരിചിതമായിരുന്നു. കേരളത്തിലെ വയലേലകളിൽ പണിയെടുക്കുന്ന കർഷകരുടെ നിഷ്കളങ്കത പോലെ വെനസ്വേലയിലെ ഗ്രാമീണർ അദ്ദേഹത്തെ വിശ്വസിച്ചു. അദ്ദേഹം അവർക്ക് വെറുമൊരു നേതാവായിരുന്നില്ല, വിമോചകനായിരുന്നു, എൽ ലിബറേറ്റർ. 1821 കാരാബോബോ യുദ്ധഭൂമിയിൽ വിജയം വരിച്ചപ്പോൾ ബൊളിവർ വിചാരിച്ചു തന്റെ സ്വപ്നം സഫലമായെന്ന്. സ്പെയിനിന്റെ ആധിപത്യം അവസാനിച്ചു. ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന പച്ചപ്പുകൾക്കിടയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ കാറ്റുവീശി. എന്നാൽ ശരിക്കുള്ള ദുരന്തം തുടങ്ങാൻ പോകുന്നതേയുണ്ടായിരുന്നുള്ളൂ. സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ ഐക്യം കിട്ടിയില്ല. അധികാരം കൈക്കലാക്കാൻ സ്വന്തം ജനത തന്നെ പരസ്പരം പോരടിക്കാൻ തുടങ്ങി. ബൊളിവർ സ്വപ്നം കണ്ട ഗ്രാൻ കൊളംബിയ എന്ന മഹാരാജ്യം കൺമുന്നിൽ തകർന്നു വീഴുന്നത് കാണേണ്ടി വന്ന ഗതികേട് അദ്ദേഹത്തിനുണ്ടായി. കഥയുടെ ഏറ്റവും ഹൃദയഭേദകമായ നിമിഷം വന്നെത്തുന്നത് ബൊളിവറുടെ അവസാന കാലത്താണ്. 1830 ഒരു തണുത്ത സായാഹ്നം. രോഗബാധിതനായി സ്വന്തം നാടായ വെനസ്വേലയിൽ നിന്നുപോലും പുറത്താക്കപ്പെട്ട് സാന്റാ മാർത്ത എന്ന സ്ഥലത്ത് അദ്ദേഹം മരണത്തെ കാത്തിരിക്കുകയായിരുന്നു. പുറത്ത് കടലിന്റെ ഇരമ്പൽ, അകത്ത് ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ മെലിഞ്ഞുണങ്ങിയ ആ വലിയ മനുഷ്യൻ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പഴയ തിളക്കമില്ല. ചുറ്റും കൂടിയവരോട് നേർത്ത ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യം, മറ്റെല്ലാറ്റിന്റെയും വില നൽകി നമ്മൾ നേടിയ ഒരേ ഒരു സമ്പത്ത് അതാണ്. പക്ഷേ ആ നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടിയെത്തിയത് താൻ നടത്തിയ പോരാട്ടങ്ങൾ വ്യർത്ഥമായോ എന്ന ചിന്തയാണ്. ഞാൻ കടലിലാണ് ഉഴുതത്, ഐ ഹാവ് പ്ലൗഡ് ദ സീ
എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ചരിത്രത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന വലിയൊരു നിലവിളിയാണ്. കടലിൽ ഉഴുതാൽ വിത്തുമുളക്കില്ലല്ലോ, തിരകൾ വന്ന് അതിനെ മായ്ച്ചുകളയും. അതുപോലെ തന്റെ പ്രയത്നങ്ങളെല്ലാം പാഴായിപ്പോയോ എന്ന ഭയം അദ്ദേഹത്തെ വേട്ടയാടി. ബൊളിവർ മരിച്ചു. അദ്ദേഹം സ്വപ്നം കണ്ട ഐക്യം മരിച്ചു. വെനസ്വേല ദാരിദ്ര്യത്തിലേക്കും ആഭ്യന്തര കലഹങ്ങളിലേക്കും കൂപ്പുകുത്തി. കൃഷിഭൂമികൾ തരിശായി. ജനങ്ങൾ അന്നത്തിനുവേണ്ടി വലഞ്ഞു. പക്ഷേ ആ സമയത്ത് ആരുമറിഞ്ഞിരുന്നില്ല, വെനസ്വേലയുടെ മണ്ണിനടിയിൽ, അവരുടെ കാലിനടിയിൽ ബൊളിവറുടെ സ്വപ്നങ്ങളെക്കാൾ വിലപിടിപ്പുള്ള മറ്റൊന്ന് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു എന്ന്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് ദിനോസറുകളും കടൽജീവികളും മണ്ണോട് ചേർന്ന് രൂപപ്പെട്ട കറുത്ത സ്വർണം, ക്രൂഡ് ഓയിൽ. ആ നിധി കണ്ടെത്തുന്നതുവരെ വെനസ്വേല ഒരു ഉറങ്ങുന്ന അഗ്നിപർവ്വതം പോലെയായിരുന്നു. ബൊളിവറുടെ മരണം ബാക്കിവച്ച ശൂന്യതയിൽ പ്രകൃതി മറ്റൊരത്ഭുതം ഒളിപ്പിച്ചുവച്ചിരുന്നു. 1910കളിലേക്ക് കാലം സഞ്ചരിക്കുമ്പോൾ വെനസ്വേല ഒരു കാർഷിക രാജ്യം മാത്രമായിരുന്നു. കാപ്പിയും കൊക്കോയും കയറ്റുമതി ചെയ്ത് ജീവിച്ചിരുന്ന സാധാരണ മനുഷ്യർ. നമ്മുടെ നാട്ടിലെ മലയോര കർഷകരെപ്പോലെ മണ്ണിൽ പണിയെടുത്ത് കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചിരുന്നവർ. അവർക്കറിയില്ലായിരുന്നു, തങ്ങളുടെ തലവിധി മാറ്റാൻ പോകുന്ന ഒരു ഭൂതത്തെയാണ് അവർ മണ്ണിനടിയിൽ നിന്ന് തുറന്നുവിടാൻ പോകുന്നതെന്ന്. അതൊരു ശാപമായിരുന്നോ അതോ അനുഗ്രഹമായിരുന്നോ? വരാനിരിക്കുന്ന എണ്ണയുഗത്തിന്റെ പ്രകമ്പനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. സൈമൺ ബൊളീവറുടെ ശ്വാസം നിലച്ചതോടെ വെനസ്വേലയുടെ അന്തരീക്ഷത്തിൽ തളംകെട്ടി വീന്നത് കനത്ത നിശബ്ദതയായിരുന്നു. യുദ്ധങ്ങളുടെ ഇരമ്പലുകൾ അവസാനിച്ചു. വാളുകൾ തുരുമ്പെടുക്കാൻ തുടങ്ങി. 19ാം നൂറ്റാണ്ടിന്റെ അവസാനവും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കവും വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം ഒരു മയക്കത്തിന്റെ കാലഘട്ടമായിരുന്നു. നമ്മുടെ കുട്ടനാട്ടിലെ കായൽക്കരകളിലെന്ന പോലെ വെനസ്വേലയിലെ ഗ്രാമങ്ങളിൽ ജീവിതം ശാന്തമായി ഒഴുകി. മരാക്കൈബോ തടാകത്തിന്റെ തീരങ്ങളിൽ മുളകൊണ്ടുണ്ടാക്കിയ വീടുകളിൽ വെള്ളത്തിനു മുകളിൽ അവർ ജീവിച്ചു. അവരുടെ സ്വപ്നങ്ങൾക്ക് കാപ്പിയുടെയും കൊക്കോയുടെയും ഗന്ധമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കൊക്കോ വിളയുന്ന മണ്ണായിരുന്നു അത്. മലമടക്കികളിൽ കർഷകർ വിത്തുവിതച്ചു, കൊയ്തു. വൈകുന്നേരങ്ങളിൽ നാടൻ പാട്ടുകൾ പാടി അവർ ഉറങ്ങി. ദാരിദ്ര്യമുണ്ടായിരുന്നു, പക്ഷെ ആ ദാരിദ്ര്യത്തിന് ഒരന്തസ്സുണ്ടായിരുന്നു. സ്വന്തം മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കുന്നവന്റെ അഭിമാനം. എന്നാൽ ഈ ശാന്തതയ്ക്കടിയിൽ മറ്റൊന്നു തിളച്ചുമറിയുന്നുണ്ടായിരുന്നു. 1908-ൽ ജ്വാൻ വിസന്റ് ഗോമസ് എന്ന ഏകാധിപതി അധികാരം പിടിച്ചെടുത്തു. വെനസ്വേലയെ സ്വന്തം തറവാട്ട് സ്വത്തുപോലെയാണ് അദ്ദേഹം കണ്ടത്. ക്രൂരനായ എന്നാൽ തന്ത്രശാലിയായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കാലത്താണ് വെനസ്വേലയുടെ വിധി എന്നേക്കുമായി മാറിമറിഞ്ഞത്. 1914-ൽ സുമക്കെ 1 എന്ന എണ്ണക്കിണർ കുഴിച്ചപ്പോൾ അവിടെ കണ്ടത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. അതാരുമത്ര കാര്യമാക്കിയില്ല. എന്നാൽ ചരിത്രം ശ്വാസമടക്കി പിടിച്ച ആ ദിവസം വന്നെത്തി. 1922 ഡിസംബർ 14. ഇതൊരു സാധാരണ ദിവസമല്ലായിരുന്നു. വെനസ്വേലക്കാർക്ക് അത് വിശുദ്ധ ലൂസിയുടെ പെരുന്നാൾ ദിവസമായിരുന്നു. കബിമാസ് എന്ന ചെറിയ ഗ്രാമത്തിൽ ആളുകൾ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് ഭൂമിക്കടിയിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ഒരു മുഴക്കം കേട്ടത്. ഇടിമുഴക്കം പോലെയല്ല, മറിച്ച് ഭൂമിയുടെ വയറ്റിൽ നിന്ന് വരുന്ന ഒരു വന്യമായ ഗർജനം. മരാക്കൈബോ തടാകത്തിന്റെ തീരത്തുള്ള ബറോസോ 2 എന്ന കിണറിൽ നിന്നായിരുന്നു ആ ശബ്ദം. പണിക്കാർ ഭയന്ന് ചിതറിയോടി. പെട്ടെന്ന് മണ്ണിനടിയിലെ പാറക്കെട്ടുകളെ തകർത്ത് 200 അടിയിലധികം ഉയരത്തിലേക്ക് ഒരു കറുത്ത പ്രവാഹം ചീറ്റിച്ചു. ആകാശത്തേക്ക് നോക്കി നിന്ന ഗ്രാമീണർ സ്തംഭിച്ചുപോയി. അവർ വിചാരിച്ചത് ലോകാവസാനമാണെന്നാണ്. ആകാശം കറുത്തിരുണ്ടു. സൂര്യപ്രകാശം മറഞ്ഞു. പിന്നെ മഴ പെയ്യാൻ തുടങ്ങി. വെള്ളത്തുള്ളികളല്ല, കറുത്ത എണ്ണമഴ. ആ കാഴ്ചയൊന്ന് സങ്കൽപ്പിക്കുക. വീടുകളുടെ മേൽക്കൂരകളിലും തെരുവുകളിലും മരങ്ങളുടെ ഇലകളിലും കറുത്ത എണ്ണ വീണു നിറയുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ ദേഹമാസകലം അത് പറ്റിപ്പിടിക്കുന്നു. എണ്ണയുടെ രൂക്ഷമായ ഗന്ധം ശ്വാസം മുട്ടിക്കുന്നു. 9 ദിവസത്തോളം ആ കിണർ നിയന്ത്രണമില്ലാതെ ഒഴുകി. ഏകദേശം 100,000 ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും ആ മണ്ണിലേക്ക് ഒഴുകിയിറങ്ങിയത്. അത് വെറുമൊരു എണ്ണപ്രവാഹമായിരുന്നില്ല. വെനസ്വേലയുടെ ഭാവിയെ മുക്കിക്കൊല്ലാൻ പോകുന്ന സമ്പത്തിന്റെ പ്രളയമായിരുന്നു അത്. ഗ്രാമീണരുടെ കണ്ണുകളിൽ ഭയം മാത്രമായിരുന്നു. തങ്ങളുടെ കൃഷിയിടങ്ങൾ നശിക്കുന്നു, കുടിവെള്ളം മലിനമാകുന്നു. തങ്ങൾ ആരാധിച്ചിരുന്ന പ്രകൃതി ദൈവങ്ങൾ കോപിച്ചതാണോ എന്ന് അവർ ഭയപ്പെട്ടു. ഇത് ചെകുത്താന്റെ വിസർജ്യമാണ്,
ഡെവിൽസ് എക്സ്ക്രിമെന്റ് എന്ന് പിൽക്കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട ആ ദ്രാവകം അന്ന് ആ ഗ്രാമീണർക്ക് അത്ഭുതത്തെക്കാളേറെ ആശങ്കയാണ് സമ്മാനിച്ചത്. പക്ഷെ ഭരണകൂടത്തിനും വിദേശ കമ്പനികൾക്കും അത് ആനന്ദ നൃത്തത്തിനുള്ള സമയമായിരുന്നു. ലോകം മുഴുവൻ വെനസ്വേലയിലേക്ക് ഉറ്റുനോക്കി. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വമ്പൻ കപ്പലുകൾ മരാക്കൈബോയുടെ തീരങ്ങളിലേക്കടുത്തു. അതുവരെ ചെരുപ്പ് പോലുമില്ലാതെ നടന്നിരുന്ന ഗ്രാമീണരുടെ മുന്നിലൂടെ വലിയ യന്ത്രങ്ങളും പൈപ്പുകളും ചുമന്നുകൊണ്ട് വിദേശികൾ നടന്നു നീങ്ങി. അവിടെയാണ് വെനസ്വേലയുടെ ആത്മാവിന് ആദ്യത്തെ മുറിവേറ്റത്. കൃഷിയായിരുന്നു അവരുടെ ജീവൻ, മണ്ണായിരുന്നു അവരുടെ ദൈവം. എന്നാൽ പെട്ടെന്ന് മണ്ണിനു മുകളിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ ലാഭം മണ്ണിനടിയിലുള്ളത് കുഴിച്ചെടുക്കുന്നതാണെന്ന് ഭരണകൂടം തിരിച്ചറിഞ്ഞു. കാപ്പിത്തോട്ടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു, കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റപ്പെട്ടു. കർഷകർ പാടം വിട്ട് എണ്ണക്കിണറുകൾക്ക് ചുറ്റും കൂലിപ്പണിക്ക് ചേർന്നു. എണ്ണക്കമ്പനികൾ ഗ്രാമങ്ങളെ നഗരങ്ങളാക്കി മാറ്റി. വൈദ്യുതി എത്തി, റോഡുകൾ വന്നു, സിനിമാ തിയേറ്ററുകൾ ഉയർന്നു. പുറമേ നോക്കുമ്പോൾ വികസനം, എന്നാൽ അകമേ ഒരു സംസ്കാരം മെല്ലെ മരിക്കുകയായിരുന്നു. മുസിയു എന്ന് വെനസ്വേലക്കാർ വിളിച്ചിരുന്ന വിദേശികൾ അവരുടെ സമ്പത്ത് കപ്പലുകളിൽ കയറ്റിക്കൊണ്ടുപോയി. ഗോമസിനെ പോലുള്ള ഭരണാധികാരികൾക്ക് കിട്ടിയ പണം അവർ ആഡംബര ജീവിതത്തിനും സൈന്യത്തെ വളർത്താനും ഉപയോഗിച്ചു. സാധാരണക്കാരന്റെ കാര്യമോ? അവൻ വിചാരിച്ചു ഈ പണം എന്നെങ്കിലും തങ്ങളുടെ കീശയിലും എത്തുമെന്ന്. എണ്ണയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഇനി ജോലി ചെയ്യേണ്ടി വരില്ലെന്നൊരു അലസമായ ചിന്ത ആ സമൂഹത്തിലേക്ക് പടർന്നു കയറി. വിയർപ്പൊഴുക്കി അന്നം കണ്ടെത്തുന്നതിന്റെ മഹത്വം അവർ മറന്നു തുടങ്ങി. സമ്പത്ത് എളുപ്പത്തിൽ വരുമ്പോൾ അത് മനുഷ്യന്റെ സ്വഭാവത്തെ എങ്ങനെ മാറ്റുമെന്നതിന്റെ ആദ്യ പാഠമായിരുന്നു അത്. മരാക്കൈബോ തടാകത്തിലെ ജലം കറുത്തു തുടങ്ങി. ഒരിക്കൽ ശുദ്ധജല മത്സ്യങ്ങൾ നീന്തി തുടിച്ചിരുന്ന ആ ജലാശയം എണ്ണക്കപ്പലുകളുടെയും ടാങ്കറുകളുടെയും ശവപ്പറമ്പായി മാറി. തടാകത്തിനു മുകളിൽ ഉയർന്നു നിന്ന നൂറുകണക്കിന് ഡ്രില്ലിംഗ് ടവറുകൾ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച രാക്ഷസന്മാരെ പോലെ തോന്നിപ്പിച്ചു. രാത്രികളിൽ അവയുടെ മുകളിൽ കത്തുന്ന തീജ്വാലകൾ ആകാശത്തെ ചുവപ്പിച്ചു. ആ വെളിച്ചത്തിൽ താഴെയിരിക്കുന്ന പഴയ മുളവീടുകൾക്ക് ഒരു പ്രേതഛായ തോന്നി. പണമെത്തി, പക്ഷേ അത് തുല്യമായി വീതിക്കപ്പെട്ടില്ല. കാരാക്കസ് എന്ന തലസ്ഥാന നഗരം പാരീസിനെ പോലെ തിളങ്ങാൻ തുടങ്ങി. വലിയ കെട്ടിടങ്ങൾ, കാറുകൾ, പാർട്ടികൾ. എന്നാൽ ഗ്രാമങ്ങളിൽ ഇപ്പോഴും പഴയ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചം മാത്രം. ഗോമസ് മരിക്കുമ്പോൾ വെനസ്വേല ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായി മാറിയിരുന്നു. പക്ഷേ ധാർമ്മികമായി ആ രാജ്യം ഒരു വലിയ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പ്രകൃതി വിഭവങ്ങൾ ഒരു രാജ്യത്തിന് അനുഗ്രഹമാകാം, എന്നാൽ അത് കൈകാര്യം ചെയ്യാൻ പക്വതയില്ലാത്തൊരു ഭരണകൂടവും അത്യാഗ്രഹികളായ ജനതയും ചേരുമ്പോൾ അതൊരു ശാപമായി മാറും. റിസോഴ്സ് കേഴ്സ് അഥവാ വിഭവങ്ങളുടെ ശാപം എന്ന സാമ്പത്തിക പ്രതിഭാസത്തിന്റെ വിത്തുകൾ അന്നവിടെ പാകപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആദ്യകാലങ്ങളിൽ എണ്ണ കണ്ടെത്തിയപ്പോൾ ആളുകൾക്കുണ്ടായിരുന്ന ഭയം മാറി അത്യാഗ്രഹത്തിന്റെ തിളക്കം അവരുടെ കണ്ണുകളിൽ വന്നു തുടങ്ങി. എളുപ്പത്തിൽ പണമുണ്ടാക്കാമെന്ന ചിന്ത അവരുടെ മൂല്യങ്ങളെ കാർന്നു തിന്നു. കൃഷി ഉപേക്ഷിച്ചവർക്ക് തിരിച്ചുപോകാൻ കഴിയാത്ത അവസ്ഥയായി. കാരണം മണ്ണ് മരിച്ചിരുന്നു. 1935 ഗോമസ് മരിച്ചപ്പോൾ വെനസ്വേല ഒരു പുതിയ യുഗത്തിലേക്ക് കാലെടുത്തു വെച്ചു. എണ്ണപ്പണം കൊണ്ട് എന്തും നേടാമെന്ന അഹങ്കാരം. പക്ഷെ ആ സമയത്തൊന്നും ആരും ചിന്തിച്ചില്ല ഈ കറുത്ത ദ്രാവകം എന്നെങ്കിലും തീർന്നു പോകുമെന്നോ, അല്ലെങ്കിൽ ഇതിന്റെ വില ഇടിയുമെന്നോ. ഒരു ചൂതാട്ടക്കാരന്റെ മാനസികാവസ്ഥയിലേക്ക് രാജ്യം മുഴുവൻ മാറിക്കഴിഞ്ഞിരുന്നു. നമ്മൾ കാണുന്ന ഇന്നത്തെ വെനസ്വേലയുടെ ദുരന്തത്തിന്റെ വേരുകൾ കിടക്കുന്നത് 1922 ആ കറുത്ത മഴയിലാണ്. അന്ന് ആകാശത്തുനിന്ന് പെയ്തിറങ്ങിയത് സമ്പത്തായിരുന്നില്ല, മറിച്ച് ഭാവിയിലെ കണ്ണീരാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് പിന്നെയും പതിറ്റാണ്ടുകൾ വേണ്ടിവന്നു. ഇനി വരാൻ പോകുന്നത് ജനാധിപത്യത്തിന്റെ പരീക്ഷണങ്ങളാണ്. എണ്ണ നൽകിയ ലഹരിയിൽ ആടിയുലയുന്ന രാഷ്ട്രീയ നാടകങ്ങൾ. എങ്ങനെയാണ് ഈ സമ്പത്ത് വെനസ്വേലയെ ലാറ്റിനമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാക്കിയതെന്നും പിന്നീട് അതേ സമ്പത്ത് തന്നെ അവരെ എങ്ങനെ തകർത്തുവെന്നും നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ കാണേണ്ടതുണ്ട്. സുമാക്കിയിലെയും ബറോസോയിലെയും എണ്ണക്കിണറുകൾ ലാഭം തന്നു തുടങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടത് വെനസ്വേലയുടെ ഗ്രാമീണ നിഷ്കളങ്കതയായിരുന്നു. പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്ന് നമ്മൾ പറയാറില്ലേ? ഇവിടെ പണത്തിനു മീതെ മനുഷ്യത്വവും പറക്കാത്ത അവസ്ഥയായി. ആ കറുത്ത മഴ പെയ്തു തോർന്നപ്പോൾ ബാക്കിയായത് വഴുവഴുപ്പുള്ള കറുത്ത ജീവനില്ലാത്തൊരു ഭൂമിയായിരുന്നു. വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റിന്റെ ആദ്യ സൂചനകൾ മാത്രമായിരുന്നു അത്. 1940കളിലേക്കും 50കളിലേക്കും കടക്കുമ്പോൾ ലോകമഹായുദ്ധങ്ങളും ആഗോള രാഷ്ട്രീയവും വെനസ്വേലയുടെ എണ്ണയെ എങ്ങനെ ഉപയോഗിച്ചു എന്നത് അത്ഭുതകരമായ മറ്റൊരു ചരിത്രമാണ്. കറുത്ത മഴ പെയ്തു തോർന്നിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു.
മരാക്കൈബോയിലെ എണ്ണക്കിണറുകളിൽ നിന്നുള്ള കറുത്ത ദ്രാവകം ലോകമഹായുദ്ധങ്ങളുടെ തീച്ചൂളയിലേക്ക് ഒഴുകിപ്പരന്നു. രണ്ടാം ലോകമഹായുദ്ധം ലോകത്തെ മുഴുവൻ തകർത്തെറിഞ്ഞപ്പോൾ വെനസ്വേല മാത്രം കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു. സഖ്യകക്ഷികളുടെ ടാങ്കറുകളിൽ നിറഞ്ഞിരുന്നത് വെനസ്വേലയുടെ രക്തമായിരുന്നു. ആ എണ്ണയാണ് യുദ്ധവിമാനങ്ങളെ പറപ്പിച്ചത്, കപ്പലുകളെ ചലിപ്പിച്ചത്. യുദ്ധം അവസാനിച്ചപ്പോൾ യൂറോപ്പ് തകർന്ന് തരിപ്പണമായിരുന്നു. അന്നത്തിന് വകയില്ലാതെ കിടപ്പാടം നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ, ഇറ്റലിക്കാരും സ്പെയിൻകാരും പോർച്ചുഗീസുകാരും പുതിയൊരു സ്വർഗം തേടി കപ്പൽ കയറി. അവരുടെ ലക്ഷ്യം അമേരിക്കയായിരുന്നില്ല, മറിച്ച് തെക്കേ അമേരിക്കയുടെ നെറുകയിൽ തിളങ്ങി നിന്ന വെനസ്വേലയായിരുന്നു. 1950കളിലേക്ക് കടക്കുമ്പോൾ വെനസ്വേലയുടെ മുഖം പാടെ മാറി. കാരാക്കാസ് എന്ന പഴയ നഗരം അതിന്റെ തൊലിയുരിഞ്ഞ് പുതിയൊരു രൂപം കൈവരിക്കുകയായിരുന്നു. ചുവന്ന ഊടുമേഞ്ഞ പഴയ സ്പാനിഷ് വീടുകൾ ബുൾഡോസറുകൾക്ക് വഴിമാറി. പകരം ആകാശത്തെ തൊട്ടുനിൽക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങൾ ഉയർന്നു. ഇവിടെയാണ് ചരിത്രത്തിലെ മറ്റൊരു നിർണായക വ്യക്തി കടന്നുവരുന്നത്. മാർക്കോസ് പെരേസ് ജിമനേസ്. പൊക്കം കുറഞ്ഞ, തടിച്ച, എപ്പോഴും സൈനിക യൂണിഫോം ധരിച്ചിരുന്ന ആ മനുഷ്യൻ വെനസ്വേലയെ മാറ്റിമറിക്കാൻ തീരുമാനിച്ചു. പുതിയ ദേശീയ ആദർശം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രം. ജനാധിപത്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ അദ്ദേഹത്തിന് വിഷയമായിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടത് പുരോഗതിയായിരുന്നു. കണ്ണിന് കാണാൻ കഴിയുന്ന, തൊടാൻ കഴിയുന്ന പുരോഗതി. നമ്മുടെ നാട്ടിൽ വികസനം വരുമ്പോൾ പഴയ വയലുകൾ നികത്തപ്പെടുന്നതുപോലെ അവിടെയും മാറ്റങ്ങൾ അതിവേഗത്തിലായിരുന്നു. പക്ഷേ അതിന്റെ തോത് ഭീകരമായിരുന്നു. കാരാക്കാസിലെ മലനിരകളെ തുരന്ന് അദ്ദേഹം വലിയ ഹൈവേകൾ പണിതു. ലാറ്റിൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും ആധുനികമായ പാലങ്ങളും റോഡുകളും അവിടെ ഉയർന്നു. എണ്ണ വിറ്റുകിട്ടിയ പണം മുഴുവൻ കോൺക്രീറ്റായും ഉരുക്കായും മാറി. അക്കാലത്തെ കാരാക്കാസ് ഒന്ന് സങ്കൽപ്പിക്കൂ. അമേരിക്കൻ കാഡിലാക് കാറുകൾ ചീറിപ്പായുന്ന വീതിയേറിയ റോഡുകൾ, തിയേറ്ററുകളിൽ ഹോളിവുഡ് സിനിമകൾ, ക്ലബ്ബുകളിൽ പാതിരാത്രി വരെ നീളുന്ന പാർട്ടികൾ, യൂറോപ്പിൽ നിന്ന് കുടിയേറിയവർ തുടങ്ങിവെച്ച ബേക്കറികളിൽ നിന്ന് വരുന്ന ബ്രെഡിന്റെയും പേസ്ട്രിയുടെയും മണം. വെനസ്വേലക്കാർ തങ്ങളെ തന്നെ വിശേഷിപ്പിച്ചത് അമേരിക്കയേക്കാൾ സമ്പന്നർ എന്നായിരുന്നു. വെനസ്വേലയിൽ പണം മരത്തിൽ കായ്ക്കുന്നു എന്ന് ലോകം വിശ്വസിച്ചു. പെരിസ് ജിമിനസിന്റെ ഏറ്റവും വലിയ അഹങ്കാരമായിരുന്നു ഹുംബോൾട്ട് ഹോട്ടൽ. കാരക്കാസ് നഗരത്തിനു മുകളിൽ, മേഘങ്ങൾക്കും മുകളിൽ, അവില പർവ്വതത്തിന്റെ നെറുകയിൽ ഒരു വലിയ സ്തൂപം പോലെ അതുയർന്നു നിന്നു. താഴെ നഗരത്തിലുള്ളവർക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം മൂടൽമഞ്ഞിൽ മറഞ്ഞു നിൽക്കുന്ന ആ ആഡംബര സൗധം. അത് വെനസ്വേലയുടെ പുതിയ മുഖമായിരുന്നു. ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ, ഒറ്റപ്പെട്ട എന്നാൽ മനോഹരമായൊന്ന്. പക്ഷേ ഈ സൗന്ദര്യത്തിന് ഒരു വിലയുണ്ടായിരുന്നു, ഭയത്തിന്റെ വില. തെരുവുകൾ വൃത്തിയുള്ളതായിരുന്നു, കാരണം ആരും അവിടെ പ്രതിഷേധിക്കാൻ ഇറങ്ങിയിരുന്നില്ല. സെഗുരിദാദ് നാസ്യനാൽ എന്ന രഹസ്യ പോലീസ് നിഴലുപോലെ എല്ലായിടത്തുമുണ്ടായിരുന്നു. ഭരണകൂടത്തിനെതിരെ ഒരക്ഷരം മിണ്ടിയാൽ പിന്നെ ആ വ്യക്തിയെ ആരും കാണില്ല. പാതിരാത്രിയിൽ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടാൽ വെനസ്വേലക്കാർക്ക് നെഞ്ചിടിപ്പേറും. ഗ്വാസിന എന്ന ദ്വീപിലെ തടവറകളിലേക്ക് കൊണ്ടുപോയ പലരും പിന്നെ തിരിച്ചു വന്നില്ല. പുറമേ ശാന്തം, അകമേ ഭീതി. ഇതായിരുന്നു 50കളിലെ വെനസ്വേല. സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോഴും അതെല്ലാവരിലേക്കും എത്തിയിരുന്നില്ല. ഇവിടെയാണ് വെനസ്വേലയുടെ സാമൂഹിക ഘടനയിൽ ഇന്നും ഉണങ്ങാത്തൊരു മുറിവ് രൂപപ്പെടുന്നത്. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഒഴുകിയെത്തിയ പാവപ്പെട്ട കർഷകർക്ക് പെരസ് ജിമിനസ് പണിത വലിയ ഫ്ളാറ്റുകളിൽ താമസിക്കാൻ പണമില്ലായിരുന്നു. അവർ നഗരത്തിനു ചുറ്റുമുള്ള മലഞ്ചെരുവുകളിൽ, സെറോസ് എന്ന മലഞ്ചെരുവുകളിൽ കുടിലുകൾ കെട്ടി താമസിക്കാൻ തുടങ്ങി. താഴെ താഴ്വരയിൽ തിളങ്ങുന്ന ലൈറ്റുകളും ആഡംബരക്കാറുകളും, മുകളിൽ മലഞ്ചെരുവുകളിൽ കാർഡ്ബോർഡും തകരഷീറ്റും കൊണ്ട് നിർമ്മിച്ച കൂരകളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ കഴിയുന്ന ലക്ഷങ്ങൾ. താഴ്വരയിൽ ഷാംപെയിൻ ഒഴുകുമ്പോൾ മലമുകളിൽ കുടിവെള്ളത്തിന് ക്ഷാമമായിരുന്നു. ഈ 2 വെനസ്വേലകൾ തമ്മിലുള്ള അകലം ഓരോ ദിവസവും വർദ്ധിച്ചു വന്നു. ഒന്ന് എണ്ണപ്പണത്തിൽ കുളിച്ചു നിൽക്കുന്ന വെനസ്വേല, മറ്റൊന്ന് ആ കാഴ്ച കണ്ട് കൊതി തീർക്കുന്ന വിശക്കുന്ന വെനസ്വേല. പക്ഷേ അടിച്ചമർത്തപ്പെട്ട മൗനത്തിന് അധികനാൾ ആയുസ്സുണ്ടാവില്ലല്ലോ. 1958 ജനുവരി 23. വെനസ്വേലയുടെ ചരിത്രത്തിലെ രക്തം തിളയ്ക്കുന്ന അധ്യായം. ജനങ്ങളുടെ ക്ഷമ നശിച്ചിരുന്നു.
പള്ളികളിലെ പാതിരിമാർ പോലും ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തി. നാവികസേനയും വ്യോമസേനയും ജനങ്ങൾക്കൊപ്പം ചേർന്നു. കാരക്കാസിലെ തെരുവുകൾ ജനസാഗരമായി. ആയുധങ്ങളെക്കാൾ ശക്തി ജനങ്ങളുടെ ശബ്ദത്തിനുണ്ടെന്ന് തെളിയിക്കപ്പെട്ട നിമിഷങ്ങൾ. അവസാനം ഗത്യന്തരമില്ലാതെ പെരസ് ജിമെനസ് തന്റെ പ്രശസ്തമായ വിമാനത്തിൽ ലാ വാക്ക സാഗ്രാദ, വിശുദ്ധ പശു ൽ കയറി രാജ്യം വിട്ടു. അദ്ദേഹം പോയപ്പോൾ ബാക്കി വെച്ചത് വലിയൊരു എയർപോർട്ടും കുറെ കെട്ടിടങ്ങളും പിന്നെ കടക്കിണയും മാത്രമായിരുന്നില്ല, മറിച്ച് ജനാധിപത്യത്തോടുള്ള അടങ്ങാത്ത ദാഹമായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ആ പുതിയ പുലരിയിൽ വെനസ്വേലക്കാർ സ്വപ്നം കണ്ടത് തുല്യതയായിരുന്നു. പക്ഷേ അധികാരത്തിന് എന്നും ഒരേ സ്വഭാവമാണ്. ഏകാധിപതി പോയി, പകരം രാഷ്ട്രീയക്കാർ വന്നു. ഭാവിയെ നിർണയിക്കുന്ന ഒരു ഉടമ്പടി അവിടെ ഒപ്പുവയ്ക്കപ്പെട്ടു. പുൻറ്റോ ഫിഹോ കരാർ. ഇതൊരു നിർണായക നിമിഷമാണ്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഒത്തുചേർന്ന് തീരുമാനിച്ചു, ഇനി നമ്മൾ തമ്മിലടിക്കില്ല, അധികാരം നമുക്ക് പങ്കിടാം, എണ്ണയിൽ നിന്നുള്ള പണം നമുക്ക് വീതിക്കാം, ജനാധിപത്യം സംരക്ഷിക്കാം. കേൾക്കുമ്പോൾ മനോഹരമായ ആശയമായി തോന്നും. ലാറ്റിൻ അമേരിക്കയിലെ മറ്റു രാജ്യങ്ങളിൽ പട്ടാള അട്ടിമറികൾ നടക്കുമ്പോൾ വെനസ്വേല ജനാധിപത്യത്തിന്റെ മാതൃകയായി നിലകൊണ്ടു. 40 വർഷത്തോളം അവിടെ തിരഞ്ഞെടുപ്പുകൾ നടന്നു. പ്രസിഡന്റുമാർ മാറി മാറി വന്നു. പക്ഷേ ആ കരാറിൽ ഒരു വലിയ ന്യൂനതയുണ്ടായിരുന്നു. അധികാരം പങ്കിട്ടത് രാഷ്ട്രീയക്കാർ മാത്രമായിരുന്നു. താഴെക്കിടയിലുള്ള ജനങ്ങളെ, ആ മലഞ്ചെരുവുകളിൽ താമസിക്കുന്നവരെ അവർ സൗകര്യപൂർവ്വം മറന്നു. ജനാധിപത്യമെന്നത് 2 പാർട്ടികൾ തമ്മിലുള്ള ഒരു സംഗീത കസേര കളിയായി മാറി. എണ്ണവില കുതിച്ചുയർന്ന 1970കളിൽ വെനസ്വേല സൗദി വെനസ്വേല എന്നറിയപ്പെട്ടു. സർക്കാർ ഉദ്യോഗസ്ഥർ വിമാനത്തിൽ മയാമിയിൽ പോയി ഷോപ്പിംഗ് നടത്തി തിരിച്ചുവരുന്ന കാലം. താ ബാരാത്തോ ദാമേ ദോസ്, അത് വില കുറവാണ്, എനിക്ക് 2 തരൂ എന്നത് വെനസ്വേലക്കാരുടെ സ്ഥിരം പ്രയോഗമായി മാറി. വിസ്കി ഉപഭോഗത്തിൽ ലോകത്തിൽ തന്നെ അവർ ഒന്നാമതായിരുന്നു. പണം ഒഴുകിയെത്തി, പക്ഷേ അത് ഉൽപ്പാദനത്തിലേക്ക് പോയില്ല. എല്ലാം ഇറക്കുമതി ചെയ്തു. അരിയും തുണിയും മുതൽ കാറും മരുന്നും വരെ വിദേശത്തു നിന്ന് വന്നു. സ്വന്തമായി ഒന്നും ഉണ്ടാക്കാത്ത, എണ്ണ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു പരാന്നഭോജിയായ സമ്പദ്വ്യവസ്ഥയായി വെനസ്വേല മാറിക്കഴിഞ്ഞിരുന്നു. ആഘോഷങ്ങളുടെ ആരവത്തിൽ ആരും ആ സൂചനകൾ ശ്രദ്ധിച്ചില്ല. എണ്ണവില എന്നെങ്കിലും ഇടിഞ്ഞാൽ എന്തു സംഭവിക്കും? മലമുകളിൽ താമസിക്കുന്ന പാവപ്പെട്ടവന്റെ വിശപ്പ് എന്നെങ്കിലും ഒരു കാട്ടുതീയായി പടർന്നാൽ എന്തു ചെയ്യും? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചരിത്രം കാത്തുവച്ചിരുന്നത് 1980കളിലേക്കാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം, കറുത്ത വെള്ളിയാഴ്ച എന്ന് പിൽക്കാലത്തറിയപ്പെട്ട ആ ദിവസം വന്നെത്തിയതോടെ വെനസ്വേലയുടെ സ്വർണ്ണക്കിനാവുകൾ തകർന്നു വീഴാൻ തുടങ്ങി. മായാലോകത്ത് നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള ആ വീഴ്ച വളരെ വേദനാജനകമായിരുന്നു. എണ്ണലഹരി വിട്ടുമാറിയ വെനസ്വേല നേരിടാൻ പോകുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നമുക്കടുത്ത ഭാഗത്തിൽ കാണാം. കാരാക്കാസോ എന്ന പേരുള്ള കൊടുങ്കാറ്റ് ചക്രവാളത്തിൽ രൂപം കൊള്ളാൻ തുടങ്ങിയിരുന്നു. സ്വപ്നങ്ങളിൽ നിന്ന് ഞെട്ടിയുണരുന്നത് വേദനാജനകമാണ്. പ്രത്യേകിച്ചും ആ സ്വപ്നം സ്വർണം പൂശിയതായിരുന്നുവെങ്കിൽ. 1983 ഫെബ്രുവരി 18. വെനസ്വേലക്കാരുടെ ഓർമ്മയിൽ ഒരിക്കലും മായാത്തൊരു തീയതിയാണിത്. അതുവരെ അവർ വിശ്വസിച്ചിരുന്നത് തങ്ങളുടെ കറൻസിയായ ബൊളിവർ ദൈവത്തെപ്പോലെ ശക്തമാണെന്നാണ്. എന്നാൽ ആ വെള്ളിയാഴ്ച, ചരിത്രത്തിൽ കറുത്ത വെള്ളി എന്ന് രേഖപ്പെടുത്തിയ ആ ദിവസം, എല്ലാം തകിടമറിഞ്ഞു. പെട്ടെന്നൊരു പ്രഭാതത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചു, നമ്മുടെ ഖജനാവ് കാലിയാണ്, എണ്ണവില ഇടിഞ്ഞു, ഇനി പഴയതുപോലെ ബൊളിവറിന് മൂല്യമില്ല. ജനങ്ങളുടെ വെപ്രാളമൊന്ന് കാണേണ്ടതായിരുന്നു. ബാങ്കുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ. കയ്യിലുള്ള ബൊളിവർ ഇങ്ങനെയെങ്കിലും ഡോളറാക്കി മാറ്റാൻ ജനം നെട്ടോട്ടമോടി. മയാമിയിൽ പോയി ഷോപ്പിംഗ് നടത്തിയിരുന്നവർ പെട്ടെന്ന് തങ്ങളുടെ കീശയിലെ പണത്തിന് കടലാസിന്റെ വിലയേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു. അതുവരെ നീണ്ടുനിന്ന പാർട്ടി അവസാനിച്ചു. ലൈറ്റുകൾ തെളിഞ്ഞു, സംഗീതം നിലച്ചു. തറയിൽ ചിതറിക്കിടക്കുന്ന കുപ്പികളും ബാക്കി വന്ന ഭക്ഷണവും മാത്രം. വെനസ്വേലയുടെ സൗദി കാലഘട്ടം അവസാനിച്ചിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ കാത്തിരുന്നു, ആരെങ്കിലും വന്ന് തങ്ങളെ രക്ഷിക്കുമെന്ന്. അങ്ങനെയാണ് 1989 കാർലോസ് ആൻഡ്രൂസ് പെരസ് വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത്. 70കളിലെ എണ്ണപ്പണത്തിന്റെ സമൃദ്ധി ജനങ്ങൾക്ക് സമ്മാനിച്ച അതേ മനുഷ്യൻ. അദ്ദേഹം വന്നാൽ പഴയ നല്ല കാലം തിരിച്ചുവരുമെന്ന് പാവപ്പെട്ടവർ വിശ്വസിച്ചു. ഒരു പഴയ കാമുകനെ കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ ജനം അദ്ദേഹത്തെ വരവേറ്റു. പക്ഷേ തിരിച്ചുവന്നത് പഴയ ഉദാരമനസ്കനായ ഭരണാധികാരിയായിരുന്നില്ല.
അന്താരാഷ്ട്ര നാണയനിധിയുടെ കർശനമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വന്ന ഒരു കശ്മലനായിരുന്നു അദ്ദേഹം. അധികാരം ഏറ്റെടുത്ത ആഴ്ചകൾക്കുള്ളിൽ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, നമ്മൾ മുണ്ടുമുറുക്കി ഉടുക്കണം, സബ്സിഡികൾ നിർത്തുകയാണ്, പെട്രോളിനും ബസ് ചാർജിനും വില കൂടും. വിശക്കുന്നവന്റെ മുന്നിൽ നിന്ന് പാത്രമെടുത്തു മാറ്റുന്നതിന് തുല്യമായിരുന്നു അത്. വെനസ്വേലയിലെ എണ്ണ വെനസ്വേലക്കാർക്ക് തന്നെ അപ്രാപ്യമാകുന്ന വിരോധാഭാസം. ഫെബ്രുവരി 27, 1989. കരാക്കസിനടുത്തുള്ള ഗ്വറേനാസ് എന്ന നഗരം. സമയം അതിരാവിലെ. ജോലിക്ക് പോകാനായി ബസ് കാത്തുനിൽക്കുന്ന സാധാരണക്കാർ. ബസ് വന്നു. ഡ്രൈവർ പുതിയ ടിക്കറ്റ് നിരക്ക് പറഞ്ഞു. അത് കേട്ടതും ജനങ്ങളുടെ നിയന്ത്രണം വിട്ടു. വെറുമൊരു നാണയത്തിന്റെ കുറവായിരുന്നില്ല പ്രശ്നം. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ ദേഷ്യം, നിരാശ, വഞ്ചിക്കപ്പെട്ടെന്ന തോന്നൽ, ഇതെല്ലാം കൂടി ആ നിമിഷം പൊട്ടിത്തെറിച്ചു. ആരോ ഒരാൾ കല്ലെറിഞ്ഞു. പിന്നെ അതൊരു ലഹളയായി. ബസ്സുകൾ കത്തിച്ചു. ആളുകൾ തെരുവിലിറങ്ങി. ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന മുദ്രാവാക്യം മാത്രം മുഴങ്ങി. ഗ്വരേനാസിൽ തുടങ്ങിയ ആ തീപ്പൊരി ഉണങ്ങിയ കാട്ടിൽ തീ പടരുന്നതുപോലെ മിനിറ്റുകൾക്കുള്ളിൽ തലസ്ഥാനമായ കരാക്കസിലേക്ക് പടർന്നു. ചരിത്രപ്രസിദ്ധമായ എൽ കരാക്കസോ ആരംഭിക്കുകയായിരുന്നു. അതൊരു സാധാരണ സമരമായിരുന്നില്ല. മലഞ്ചെരിവുകളിലെ കുടിലുകളിൽ താമസിച്ചിരുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർ താഴേക്കൊഴുകി. ബജാരോൺ ദെലോസ് സെറോസ്. അവർ നഗരത്തിലെ സൂപ്പർമാർക്കറ്റുകളും കടകളും കൊള്ളയടിച്ചു. അത് മോഷ്ടിക്കാനുള്ള ത്വരയായിരുന്നില്ല, മറിച്ച് ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള പിടിച്ചുപറിയലായിരുന്നു. ഭക്ഷണസാധനങ്ങൾ, TV, ഫ്രിഡ്ജ്, കയ്യിൽ കിട്ടിയതെല്ലാം അവരെടുത്തു. സമ്പന്നരുടെ മേഖലകളിൽ ഭയം പടർന്നു. പോലീസിനെ നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കാര്യങ്ങൾ. ഭയം നിരണ്ട പ്രസിഡന്റ് പെരസ് ഒരു വലിയ തെറ്റു ചെയ്തു. അദ്ദേഹം സൈന്യത്തെ വിളിച്ചു. സ്വന്തം ജനതയ്ക്കെതിരെ നിറയൊഴിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. പ്ലാൻ അവില. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ദുരന്തം. സൈനികരും പാവപ്പെട്ട വീടുകളിൽ നിന്ന് വന്നവരായിരുന്നു. യൂണിഫോം ഇട്ട ദരിദ്രർ യൂണിഫോം ഇടാത്ത ദരിദ്രരെ വെടിവെച്ച് കൊല്ലേണ്ടി വന്ന ഗതികേട്. കാരക്കാസിന്റെ തെരുവുകളിൽ വെടിയൊച്ചകൾ മുഴങ്ങി. മലഞ്ചെരുവുകളിലെ വീടുകളിലേക്ക് സൈന്യം തുരുതുരാ വെടിയുതിർത്തു. മരം കൊണ്ടുണ്ടാക്കിയ വീടുകൾക്ക് വെടിയുണ്ടകളെ തടുക്കാൻ കഴിയില്ലല്ലോ. അമ്മമാരും കുട്ടികളും വീടിനുള്ളിൽ വെടിയേറ്റു വീണു. ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു. മോർച്ചറികളിൽ സ്ഥലമില്ലാതായി. മരിച്ചവരുടെ എണ്ണം ഇന്നും വ്യക്തമല്ല. 300 സർക്കാർ പറഞ്ഞു, 3000 ജനം പറഞ്ഞു. ലാ പെസ്തെ, ദ പ്ലേഗ് എന്നറിയപ്പെടുന്ന ഒരിടത്ത് പേരുപോലുമില്ലാത്ത കുഴിമാടങ്ങളിൽ ആയിരങ്ങളെ അവർ മറവു ചെയ്തു. 3 ദിവസം നീണ്ടുനിന്ന ആ കലാപം വെനസ്വേലയുടെ ആത്മാവിനെ കരിച്ചു കളഞ്ഞു. പുകയടങ്ങിയപ്പോൾ ബാക്കിയായത് തകർന്ന കെട്ടിടങ്ങൾ മാത്രമല്ല, തകർന്ന വിശ്വാസങ്ങൾ കൂടിയായിരുന്നു. 1958 അവർ ഒപ്പുവെച്ച പുന്തോ ഫിഹോ ജനാധിപത്യം മരിച്ചുവെന്ന് ജനം തിരിച്ചറിഞ്ഞു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നേതാക്കൾ തങ്ങളെ വെടിവെച്ചു കൊല്ലാൻ മടിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഈ ചോരക്കളത്തിൽ നിന്ന്, ഈ നിലവിളികളിൽ നിന്ന് പുതിയൊരു ചിന്ത ഉദയം ചെയ്തു. ഇനി ഈ പഴയ രാഷ്ട്രീയക്കാരെ കൊണ്ട് കാര്യമില്ല, എല്ലാം മാറ്റിമറിക്കണം. ആ സമയത്ത് സൈന്യത്തിനുള്ളിൽ തന്നെ വലിയൊരു അമർഷം പുകയുന്നുണ്ടായിരുന്നു. ജനങ്ങളെ വെടിവെക്കാൻ നിർബന്ധിതരായ യുവ സൈനിക ഓഫീസർമാർക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവരുടെ ഇടയിൽ കനത്ത ശബ്ദമുള്ള കരിസ്മാറ്റിക്കായ ഒരു ലെഫ്റ്റനന്റ് കേണൽ ഉണ്ടായിരുന്നു. അദ്ദേഹമന്ന് ചിക്കൻ ബോക്സ് പിടിച്ച് വിശ്രമത്തിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് കാരക്കാസിലെ തെരുവുകളിൽ മരിച്ചു വീണവർക്കൊപ്പമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹ്യൂഗോ ഷാവേസ്. ഷാവേസ് വെറുമൊരു പട്ടാളക്കാരനായിരുന്നില്ല. സൈമൺ ബൊളിവറുടെ കടുത്ത ആരാധകനായിരുന്നു അദ്ദേഹം. ബൊളിവറുടെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ MBR 200 എന്നൊരു രഹസ്യ സംഘടന അദ്ദേഹം സൈന്യത്തിനുള്ളിൽ ഉണ്ടാക്കിയിരുന്നു. കാരക്കാസോ സംഭവം അദ്ദേഹത്തെയും കൂട്ടരെയും വല്ലാതെ ഉലച്ചു. ഇനിയും കാത്തിരിക്കാൻ വയ്യ, ആയുധം കൊണ്ടുതന്നെ ഈ വ്യവസ്ഥിതിയെ മാറ്റണം എന്നവർ തീരുമാനിച്ചു. വെനസ്വേലയുടെ ചരിത്രം വീണ്ടും ഒരു അട്ടിമറിക്ക് തയ്യാറെടുക്കുകയായിരുന്നു. 1992 ഫെബ്രുവരി 4. അർദ്ധരാത്രിയിൽ ടാങ്കറുകൾ കാരക്കാസിലെ തെരുവുകളിലൂടെ നീങ്ങി. പ്രസിഡന്റിന്റെ കൊട്ടാരമായ മിറാഫ്ലോറസ് പിടിച്ചെടുക്കാൻ ഷാവേസിന്റെ നേതൃത്വത്തിൽ വിമത സൈനികർ ശ്രമിച്ചു. വെടിയൊച്ചകൾ വീണ്ടും നഗരത്തെ ഉണർത്തി. പക്ഷേ ആ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടു. സർക്കാർ സേന അവരെ വലഞ്ഞു. കീഴടങ്ങുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. എന്നാൽ ആ പരാജയത്തിൽ നിന്നാണ് ഷാവേസ് എന്ന ഇതിഹാസം ജനിക്കുന്നത്. കീഴടങ്ങിയ
ശേഷം രാജ്യത്തോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് ടെലിവിഷനിൽ അവസരം ലഭിച്ചു. വെറും 72 സെക്കൻഡ് മാത്രം നീണ്ടുനിന്ന ആ പ്രസംഗം വെനസ്വേലയുടെ വിധിയെ തിരുത്തിക്കുറിച്ചു. തന്റെ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ക്യാമറയിലേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, സഖാക്കളെ, നിർഭാഗ്യവശാൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ ഇപ്പോഴത്തേക്ക് ഫോർ നൗ നേടാനായിട്ടില്ല. ആ ഒരൊറ്റ വാക്ക് ഇപ്പോഴത്തേക്ക് ഫോർ നൗ അതൊരു കീഴടങ്ങലായിരുന്നില്ല, അതൊരു വാഗ്ദാനമായിരുന്നു. ഞാൻ തിരിച്ചുവരും എന്നൊരു മുന്നറിയിപ്പ്. നിരാശയിൽ മുങ്ങിനിന്ന വെനസ്വേലയിലെ പാവപ്പെട്ടവർക്ക് ആ വാക്കുകൾ വലിയൊരു പ്രതീക്ഷ നൽകി. TV സ്ക്രീനിൽ കണ്ട ചുവന്ന തൊപ്പിവെച്ച ആ പട്ടാളക്കാരനിൽ അവർ തങ്ങളുടെ രക്ഷകനെ കണ്ടു. ജയിലിലേക്ക് പോയ ഷാവേസ് ഒരു ഹീറോയായി മാറി. പുറത്ത് പഴയ രാഷ്ട്രീയക്കാർക്ക് ഇരിക്കുപുറതിയില്ലാതായി. അഴിമതിയും സാമ്പത്തിക തകർച്ചയും കാരണം കാർലോസ് ആൻഡ്രൂസ് പെരസിനെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കി. രാജ്യം നാഥനില്ലാതായി. ജയിൽവാസം കഴിഞ്ഞ് ഷാവേസ് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ വരവേറ്റത് ജനസാഗരമായിരുന്നു. അദ്ദേഹം യൂണിഫോം അഴിച്ചുവെച്ചു, രാഷ്ട്രീയക്കാരന്റെ കുപ്പായമണിഞ്ഞു. 1998 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചു. അതൊരു തിരഞ്ഞെടുപ്പായിരുന്നില്ല, ഒരു കൊടുങ്കാറ്റായിരുന്നു. എണ്ണപ്പണം ജനങ്ങൾക്ക്, പുതിയ ഭരണഘടന, അഴിമതിക്കാർക്ക് ശിക്ഷ. ഷാവേസിന്റെ വാഗ്ദാനങ്ങൾ വെടിയുണ്ടകളേക്കാൾ ശക്തമായിരുന്നു. വെനസ്വേലയിലെ എലൈറ്റ് ക്ലാസ്, മാധ്യമങ്ങൾ, സമ്പന്നർ എല്ലാവരും അദ്ദേഹത്തെ എതിർത്തു. പക്ഷേ ചേരികളിലെയും ഗ്രാമങ്ങളിലെയും ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. 1999 ഹ്യൂഗോ ഷാവേസ് വെനസ്വേലയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. ബൊളിവറുടെ പഴയ വാളെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഈ മരിക്കുന്ന ഭരണഘടനയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, വെനസ്വേലയെ ഞാൻ മാറ്റും. അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ബൊളിവേറിയൻ വിപ്ലവം. എണ്ണവില വീണ്ടും ഉയരാൻ തുടങ്ങി. ഷാവേസിന്റെ കൈകളിൽ പണം കുമിഞ്ഞുകൂടി. ലോകം മുഴുവൻ വെനസ്വേലയിലേക്ക് ഉറ്റുനോക്കി. സോഷ്യലിസത്തിന്റെ പുതിയ പരീക്ഷണം തുടങ്ങുകയാണ്. എന്നാൽ ചരിത്രം ആവർത്തിക്കുമെന്ന ഭയം അപ്പോഴും ചിലരുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു മനുഷ്യനിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുമ്പോൾ അതെങ്ങോട്ടാണ് നയിക്കുക? ഷാവേസിന്റെ മാന്ത്രിക വലയത്തിൽ വെനസ്വേല അമർന്നു. അദ്ദേഹം അവർക്ക് ഭക്ഷണം കൊടുത്തു, വീട് കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു. പകരം അവർ അദ്ദേഹത്തിന് തങ്ങളുടെ സ്വാതന്ത്ര്യം പണയം വെച്ചോ? 2000ങ്ങളിലെ വെനസ്വേലയുടെ തിളക്കവും അതിനുള്ളിൽ രൂപപ്പെട്ട വിള്ളലുകളും നമുക്കടുത്ത ഭാഗത്തിൽ പരിശോധിക്കാം. കരാക്കാസോയിലെ ചോരയിൽ നിന്നു മുളച്ചുവന്ന വിപ്ലവം എങ്ങനെയാണ് ലാറ്റിനമേരിക്കയെ മുഴുവൻ പിടിച്ചുകുലുക്കിയതെന്ന് കാണാൻ തയ്യാറെടുക്കൂ. 1999 തുടക്കം വെനസ്വേലയുടെ അന്തരീക്ഷത്തിൽ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. കരാക്കാസിലെ തെരുവുകളിൽ ചുവന്ന തൊപ്പികൾ നിറഞ്ഞു. അത് വെറുമൊരു നിറമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ തിരിച്ചറിയൽ കാർഡായിരുന്നു. ഹ്യൂഗോ ഷാവേസ് വെറും പ്രസിഡന്റായിരുന്നില്ല, അവരുടെ കമാൻഡന്റ് ആയിരുന്നു. അധികാരമേറ്റ ഉടൻ ഷാവേസ് ചെയ്തത് വെനസ്വേലയുടെ പേര് തന്നെ മാറ്റുകയായിരുന്നു. റിപ്പബ്ലിക് ഓഫ് വെനസ്വേല എന്നത് ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേല എന്നായി. അതൊരു പ്രഖ്യാപനമായിരുന്നു. നമ്മൾ പഴയ കൊളോണിയൽ ഭൂതകാലത്തെ കുഴിച്ചുമൂടുന്നു, സൈമൺ ബൊളിവറുടെ സ്വപ്നങ്ങളിലേക്ക് മടങ്ങുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ഒരു ചെറിയ നീല പുസ്തകമായിരുന്നു, പുതിയ ഭരണഘടന. തെരുവുകളിൽ എവിടെ നോക്കിയാലും ഈ നീല പുസ്തകം കയ്യിൽ പിടിച്ചു നടക്കുന്ന സാധാരണക്കാരെ കാണാമായിരുന്നു. ഇതിൽ ഞങ്ങളുടെ അവകാശങ്ങളുണ്ട്, ഇത് ഞങ്ങളുടെ വേദപുസ്തകമാണ്, അവർ വിളിച്ചു പറഞ്ഞു. അതുവരെ ഭരണഘടന എന്നത് വക്കീലന്മാരുടെ മാത്രം കാര്യമായിരുന്നിടത്ത് ഷാവേസ് അത് സാധാരണക്കാരന്റെ അടുക്കളയിലെത്തിച്ചു. പക്ഷേ ഷാവേസിന്റെ ഏറ്റവും വലിയ ആയുധം തോക്കായിരുന്നില്ല, അതൊരു മൈക്രോഫോണായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഹലോ പ്രസിഡന്റ് എന്ന TV ഷോയിലൂടെ അദ്ദേഹം ജനങ്ങളുടെ സ്വീകരണ മുറികളിലെത്തി. മണിക്കൂറുകളോളം അദ്ദേഹം സംസാരിക്കും, പാട്ടുപാടും, തമാശ പറയും, ചരിത്രം പഠിപ്പിക്കും, മന്ത്രിമാരെ പരസ്യമായി ശാസിക്കും. ഒരു പഴയ സുഹൃത്ത് സംസാരിക്കുന്നത് പോലെയായിരുന്നു അത്. ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർ ടിവിക്ക് മുന്നിൽ അത്ഭുതത്തോടെയിരുന്നു. നോക്കൂ, അദ്ദേഹം നമ്മളെപ്പോലെയാണ് സംസാരിക്കുന്നത്, നമ്മുടെ ഭാഷയാണ് പറയുന്നത്. എന്നാൽ ഇതേ സമയം കരാക്കാസിന്റെ സമ്പന്നമായ കിഴക്കൻ ഭാഗങ്ങളിൽ വെറുപ്പിന്റെ പുക പടരുന്നുണ്ടായിരുന്നു. അവർ ഷാവേസിനെ കണ്ടത് ഒരു കാട്ടാളനായിട്ടാണ്. മര്യാദയില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, രാജ്യത്തെ നശിപ്പിക്കാൻ വന്ന കമ്മ്യൂണിസ്റ്റ്.
വെനസ്വേല കൃത്യമായി രണ്ടായി പിളർന്നു. നിങ്ങൾ ഒന്നുകിൽ ഷാവിസ്റ്റ അല്ലെങ്കിൽ എസ്ക്വാലിദോ അഥവാ ദുർബലൻ അല്ലെങ്കിൽ എതിരാളി. നടുവിൽ നിൽക്കാൻ ആർക്കും കഴിയാത്ത അവസ്ഥ. അത്താഴമേശകളിൽ പോലും രാഷ്ട്രീയം കുടുംബങ്ങളെ തമ്മിലടിപ്പിച്ചു. ഈ സംഘർഷം പൊട്ടിത്തെറിച്ചത് 2002 ഏപ്രിൽ 11-നാണ്. വെനസ്വേലയുടെ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ 47 മണിക്കൂറുകൾ. എണ്ണക്കമ്പനിയായ PDVSAയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഷാവേസ് ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷവും തൊഴിലാളി യൂണിയനുകളും ചേർന്ന് വലിയൊരു റാലി സംഘടിപ്പിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. അവർ പ്രസിഡന്റിന്റെ കൊട്ടാരമായ മിറാഫ്ലോറസിലേക്ക് നീങ്ങി. അവിടെ ഷാവേസിനെ അനുകൂലിക്കുന്നവരും തടിച്ചുകൂടിയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും ആർക്കും വ്യക്തമല്ല. ലാഗുനോ പാലത്തിനു മുകളിൽ വെടിയൊച്ചകൾ മുഴങ്ങി. ഇരുവശത്തു നിന്നും ആളുകൾ മരിച്ചു വീണു. TV ചാനലുകൾ സ്ക്രീൻ വിഭജിച്ച് ഒരു വശത്ത് ഷാവേസിന്റെ പ്രസംഗവും മറുവശത്ത് തെരുവിലെ കലാപവും കാണിച്ചു. പെട്ടെന്ന് ഷാവേസ് ചാനലുകളുടെ സിഗ്നൽ കട്ട് ചെയ്തു. സ്ക്രീനുകൾ കറുത്തു. ആ രാത്രി വെനസ്വേലക്കാർ ഉറങ്ങിയില്ല. സൈനിക ജനറൽമാർ TVയിൽ വന്നു പറഞ്ഞു, പ്രസിഡന്റ് രാജിവെച്ചു. ഷാവേസിനെ അവർ തടവിലാക്കി ഒരു ദ്വീപിൽ അഥവാ ലാ ഉർച്ചിലയിലേക്ക് മാറ്റി. പിറ്റേന്ന് രാവിലെ വെനസ്വേല ഉണർന്നത് മറ്റൊരു ലോകത്താണ്. പെഡ്രോ കർമോണ എന്ന ബിസിനസ് നേതാവ് സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. പെഡ്രോ ദ ബ്രീഫ് എന്ന് ചരിത്രം പരിഹസിച്ച ആ മനുഷ്യൻ ചെയ്ത ആദ്യത്തെ കാര്യം ഷാവേസിന്റെ ബൊലീവേറിയൻ ഭരണഘടന റദ്ദാക്കുകയായിരുന്നു. പാർലമെന്റ് പിരിച്ചുവിട്ടു, സുപ്രീം കോടതി പിരിച്ചുവിട്ടു. ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കാൻ വന്നവർ ജനാധിപത്യത്തെ കുഴിച്ചുമൂടുന്ന കാഴ്ച. ഷാവേസിനെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കാരക്കാസിലെ മലഞ്ചെരിവുകളിൽ നിന്ന് പാവപ്പെട്ടവർ ഒഴുകിയിറങ്ങി. ലക്ഷക്കണക്കിന് മനുഷ്യർ കൊട്ടാരത്തിനു ചുറ്റും വളഞ്ഞു. ഞങ്ങളുടെ ഷാവേസിനെ തിരിച്ചുതരൂ എന്ന മുദ്രാവാക്യം ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ഭയന്നുപോയ സൈനികർക്ക് ജനങ്ങളുടെ ആ ആവേശത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. കൊട്ടാരത്തിന്റെ കാവൽക്കാർ, പ്രസിഡൻഷ്യൽ ഗാർഡ്, ജനങ്ങൾക്കൊപ്പം ചേർന്നു. ഏപ്രിൽ 14 പുലർച്ചെ ഒരു ഹെലികോപ്റ്റർ മിറാഫ്ലോറസ് കൊട്ടാരത്തിലിറങ്ങി. അതിൽ നിന്ന് ഷാവേസ് പുറത്തിറങ്ങി. കയ്യിലൊരു കുരിശും പിടിച്ച് വിജയശ്രീ ലാളിതനായി അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. അതൊരു രാഷ്ട്രീയക്കാരന്റെ തിരിച്ചുവരവായിരുന്നില്ല. ഒരു മിശിഹായുടെ ഉയിർത്തെഴുന്നേൽപ്പ് പോലെയായിരുന്നു അത് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക്. ആ അട്ടിമറി ശ്രമം ഷാവേസിനെ കൂടുതൽ ശക്തനാക്കി. ശത്രുക്കൾ ആരൊക്കെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മാധ്യമങ്ങൾ, ബിസിനസ്സുകാർ, പഴയ എണ്ണ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ വീഴ്ത്താൻ നോക്കുകയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അട്ടിമറി പരാജയപ്പെട്ടെങ്കിലും യുദ്ധം കഴിഞ്ഞിരുന്നില്ല. 2002 ഡിസംബറിൽ പ്രതിപക്ഷം അവസാനത്തെ അടവ് പുറത്തെടുത്തു. എണ്ണ പണിമുടക്ക്, ഓയിൽ സ്ട്രൈക്ക്. വെനസ്വേലയുടെ ഹൃദയമിടിപ്പ് എണ്ണയാണ്. അത് നിലച്ചാൽ രാജ്യം മരിക്കും. PDVSAയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ജീവനക്കാരും പണിമുടക്കി. കപ്പലുകൾ തീരത്ത് നാങ്കൂരമിട്ടു. എണ്ണക്കിണറുകൾ അടച്ചുപൂട്ടി. വെനസ്വേല സാമ്പത്തികമായി ശ്വാസം മുട്ടി. പെട്രോൾ പമ്പുകളിൽ കിലോമീറ്ററുകൾ നീണ്ട ക്യൂ. പാചകവാതകമില്ലാതെ ജനം വിറക് കത്തിച്ച് ഭക്ഷണം പാകം ചെയ്തു. പക്ഷേ ഷാവേസ് വഴങ്ങിയില്ല. അദ്ദേഹം TVയിൽ വന്ന് ഒരു വിസിൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പുറത്താണ്. ഓഫ് സൈഡ്. ഒറ്റയടിക്ക് 12,000-ഓളം എണ്ണക്കമ്പനി ജീവനക്കാരെ അദ്ദേഹം പിരിച്ചുവിട്ടു. എഞ്ചിനീയർമാർ, ജിയോളജിസ്റ്റുകൾ, സാങ്കേതിക വിദഗ്ധർ, ദശാബ്ദങ്ങളുടെ അനുഭവസമ്പത്തുള്ളവരെയാണ് അദ്ദേഹം പറഞ്ഞുവിട്ടത്. പകരം പാർട്ടിക്ക് കൂറുള്ളവരെ നിയമിച്ചു. ഈ തീരുമാനം രാഷ്ട്രീയമായി ഷാവേസിനെ രക്ഷിച്ചു. അദ്ദേഹം എണ്ണക്കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. പക്ഷേ സാമ്പത്തികമായി അതൊരു ആത്മഹത്യയായിരുന്നു. എണ്ണ എടുക്കാൻ അറിയുന്നവരെയെല്ലാം പറഞ്ഞുവിട്ട് കൊടി പിടിക്കാൻ അറിയുന്നവരെ നിയമിച്ചപ്പോൾ വെനസ്വേലയുടെ എണ്ണ വ്യവസായത്തിന്റെ നട്ടെല്ല് ഒടിഞ്ഞു. അറ്റകുറ്റപ്പണികൾ നടക്കാതായി. അപകടങ്ങൾ കൂടി. പക്ഷേ അന്നാരും അത് കാര്യമാക്കിയില്ല. കാരണം ലോകവിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയായിരുന്നു. 2004 മുതൽ 2014 വരെ എണ്ണവില ബാരലിന് $10 നിന്ന് $100 കുതിച്ചു. ഷാവേസിന്റെ കൈകളിൽ പണം കുമിഞ്ഞുകൂടി. ആ പണം അദ്ദേഹം വെറുതെ ഖജനാവിൽ വച്ചില്ല. ഇവിടെയാണ് മിഷനുകൾ ഉദയം ചെയ്യുന്നത്. ബാരിയോ അഡൻട്രോ. ചേരികൾക്കുള്ളിലേക്ക്. ക്യൂബൻ നേതാവ് ഫിഡൽ കാസ്ട്രോയുമായുള്ള സൗഹൃദത്തിൽ ആയിരക്കണക്കിന് ക്യൂബൻ ഡോക്ടർമാർ വെനസ്വേലയിലെത്തി. അതുവരെ ഡോക്ടറെ കണ്ടിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ ക്ലിനിക്കുകൾ തുറന്നു. പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ, കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം, മെർക്കാൽ, സൗജന്യ വിദ്യാഭ്യാസം. ഷാവേസ് ദൈവതുല്യനായി. പാവപ്പെട്ടവരുടെ വീടുകളിൽ യേശുവിന്റെ ചിത്രത്തിനൊപ്പം ഷാവേസിന്റെ ചിത്രവും സ്ഥാനം പിടിച്ചു. ലാറ്റിൻ അമേരിക്കയിലെ സോഷ്യലിസത്തിന്റെ പോസ്റ്റർ ബോയായി അദ്ദേഹം മാറി. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിനെ ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് ചെകുത്താൻ എന്ന് വിളിച്ച് അദ്ദേഹം ലോകശ്രദ്ധ നേടി.
പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിൽ വെനസ്വേലയുടെ സമ്പദ്വ്യവസ്ഥയെ കാർന്നു തിന്നുന്ന ക്യാൻസർ പടരുകയായിരുന്നു. എല്ലാം സർക്കാർ വക എന്നതായിരുന്നു നയം. കൃഷിഭൂമികൾ, സൂപ്പർമാർക്കറ്റുകൾ, ഫാക്ടറികൾ, സിമന്റ് കമ്പനികൾ എല്ലാം ഷാവേസ് പിടിച്ചെടുത്തു. എക്സ്പ്രോപ്രിയാറ്റോ, ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം ടിവിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ബിസിനസ്സുകൾ പിറ്റേന്ന് സർക്കാർ വകയാകും. മുതലാളിമാർ രാജ്യം വിട്ടു, ഉൽപ്പാദനം നിലച്ചു, വിദേശ നിക്ഷേപം വരാതായി. പക്ഷേ എണ്ണവില ഉയർന്നു നിന്നതുകൊണ്ട് വിദേശത്തുനിന്ന് എല്ലാം ഇറക്കുമതി ചെയ്യാൻ പണമുണ്ടായിരുന്നു. ഇറച്ചി ബ്രസീലിൽ നിന്ന്, അരി അമേരിക്കയിൽ നിന്ന്, വസ്ത്രങ്ങൾ ചൈനയിൽ നിന്ന്. വെനസ്വേല സ്വന്തമായി ഒന്നുമുണ്ടാക്കാത്ത, എണ്ണ വിറ്റ് തിന്നു ജീവിക്കുന്ന ഒരു രാജ്യമായി പൂർണ്ണമായും മാറി. 2012 ഷാവേസ് വീണ്ടും തിരഞ്ഞെടുപ്പിൽ ജയിച്ചു. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മറ്റൊരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. അർബുദം അദ്ദേഹത്തെ കീഴടക്കിയിരുന്നു. എനിക്ക് ജീവിക്കണം, എനിക്കിനിയും ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഷാവേസിന്റെ ചിത്രം വെനസ്വേലക്കാരുടെ കണ്ണു നനയിച്ചു. പക്ഷേ വിധി ക്രൂരമായിരുന്നു. 2013 മാർച്ച് 5 ഉച്ചതിരിഞ്ഞ് 4:25 കാരക്കാസിലെ സൈനികാശുപത്രിക്ക് പുറത്ത് പീരങ്കികൾ മുഴങ്ങി. കമാൻഡന്റ് പോയി എന്ന വാർത്ത പരന്നു. വെനസ്വേല നിശ്ചലമായി. ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി നെഞ്ചത്തടിച്ച് കരഞ്ഞു. ഷാവേസ് മരിച്ചു. പക്ഷേ അദ്ദേഹം ബാക്കിവെച്ചു പോയതെന്താണ്? അനിയന്ത്രിതമായ അധികാരം, തകർന്നു തുടങ്ങിയ എണ്ണക്കമ്പനി, വിദേശക്കടം, ഒപ്പം തന്റെ പിൻഗാമിയായി ഒരാളെയും, നിക്കോളാസ് മധുരോ. ഒരു ബസ് ഡ്രൈവറായിരുന്ന മധുരോക്ക് ഷാവേസിന്റെ വ്യക്തിപ്രഭാവമോ തന്ത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. ഷാവേസ് പോയി മാസങ്ങൾക്കുള്ളിൽ വെനസ്വേലയെ താങ്ങി നിർത്തിയിരുന്ന ആ ഏകതൂണ്, എണ്ണവില, തകർന്നു വീഴാൻ തുടങ്ങി. അവിടെ തുടങ്ങുന്നു ആധുനിക ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ സാമ്പത്തിക തകർച്ചയുടെ കഥ. ഒരു രാജ്യം പട്ടിണിയിലേക്ക് വീഴുന്നതിന്റെ, പണം വെറും കടലാസായി മാറുന്നതിന്റെ കഥ. ഷാവേസിന്റെ സ്വർഗം മധുരോയുടെ നരകമായി മാറുന്ന കാഴ്ച നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ഹ്യൂഗോ ഷാവേസിന്റെ ശവകുടീരത്തിലെ പൂക്കൾ വാടിത്തുടങ്ങുന്നതിനു മുൻപേ വെനസ്വേലയുടെ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. അധികാരമേറ്റെടുത്ത നിക്കോളാസ് മദുരോയ്ക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയുണ്ടായിരുന്നു. ഷാവേസ് എന്ന അധികായന്റെ നിഴലിൽ നിന്ന് പുറത്തുവരിക, ഒപ്പം തകരാൻ പോകുന്ന ഒരു സമ്പദ്വ്യവസ്ഥയെ പിടിച്ചു നിർത്തുക. മദുരോയ്ക്ക് ഷാവേസിന്റെ കാന്തിക ശക്തിയോ സംസാരത്തിലുള്ള മാന്ത്രികതയോ ഉണ്ടായിരുന്നില്ല. ഷാവേസ് സംസാരിക്കുമ്പോൾ ജനങ്ങൾ കൈയടിച്ചിരുന്നുവെങ്കിൽ മധുരോ സംസാരിക്കുമ്പോൾ ജനങ്ങൾ സംശയത്തോടെ പരസ്പരം നോക്കി. ഇദ്ദേഹത്തിന് നമ്മളെ നയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങി. എങ്കിലും ഷാവേസിനോടുള്ള സ്നേഹം കൊണ്ട് ജനങ്ങൾ മധുരോയെ പിന്തുണച്ചു. ഞാൻ വെനസ്വേലയുടെ ആദ്യത്തെ തൊഴിലാളി പ്രസിഡന്റ് അഥവാ വർക്കർ പ്രസിഡന്റാണ് എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. ഒരു മുൻ ബസ് ഡ്രൈവർ എന്ന നിലയിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തനിക്ക് മനസ്സിലാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പക്ഷെ വെനസ്വേല എന്ന ബസ് അദ്ദേഹം ഓടിച്ചു തുടങ്ങിയപ്പോൾ മുന്നിലെ റോഡ് ഇടിഞ്ഞു താഴുകയായിരുന്നു. വെനസ്വേലയുടെ വിധിയെഴുതിയ വർഷം. അതുവരെ ബാരലിന് $100 മുകളിൽ നിന്നിരുന്ന എണ്ണവില കുത്തനെ ഇടിയാൻ തുടങ്ങി. 2015 ആയപ്പോഴേക്കും അത് $40 താഴെയെത്തി. വെനസ്വേലയുടെ വരുമാനത്തിന്റെ 96% എണ്ണയിൽ നിന്നായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് രാജ്യത്തിന്റെ ശമ്പളം പകുതിയായി കുറഞ്ഞ അവസ്ഥ. ഒരു സാധാരണ കുടുംബത്തിൽ വരുമാനം പകുതിയായാൽ നമ്മൾ ചിലവ് ചുരുക്കും, സമ്പാദ്യമെടുത്തുപയോഗിക്കും. പക്ഷെ വെനസ്വേലയ്ക്ക് സമ്പാദ്യമുണ്ടായിരുന്നില്ല. ഷാവേസിന്റെ കാലത്ത് കിട്ടിയ കോടികൾ മുഴുവൻ അപ്പപ്പോൾ ചെലവാക്കി കളഞ്ഞിരുന്നു. നാളേക്കു വേണ്ടി കരുതുക എന്ന ചിന്ത ആ ഭരണകൂടത്തിനുണ്ടായിരുന്നില്ല. ഖജനാവ് കാലിയായി, ഇറക്കുമതി ചെയ്യാൻ പണമില്ലാതായി. അതിന്റെ ഫലം നേരിട്ട് ബാധിച്ചത് ജനങ്ങളുടെ അടുക്കളകളെയാണ്. സൂപ്പർമാർക്കറ്റുകളിലെ ഷെൽഫുകൾ ഒന്നൊന്നായി ഒഴിഞ്ഞു തുടങ്ങി. ആദ്യം പാൽപ്പൊടി കാണാതായി, പിന്നെ അരി, പഞ്ചസാര, എണ്ണ, അവസാനം ടോയ്ലറ്റ് പേപ്പർ പോലും കിട്ടാക്കനിയായി. ക്ഷാമം അഥവാ എസ്കസേസ് എന്ന വാക്ക് വെനസ്വേലക്കാരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി. ഇവിടെയാണ് വെനസ്വേലക്കാരുടെ പുതിയ ദിനചര്യ രൂപപ്പെടുന്നത്. ലാ കോള അഥവാ വരി. രാവിലെ എഴുന്നേറ്റാൽ ജോലിക്ക് പോകുന്നതിന് പകരം ആളുകൾ സൂപ്പർമാർക്കറ്റുകൾക്ക് മുന്നിൽ വരി നിൽക്കാൻ തുടങ്ങി. എന്താണ് കടയിൽ വന്നതെന്ന് പോലും അവർക്കറിയില്ല. എന്തെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയിൽ മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം അവർ കാത്തുനിന്നു. വെയിലത്ത് വരി നിന്ന് തളർന്ന അമ്മമാർ, കൈക്കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന സ്ത്രീകൾ. ആ വരികൾക്ക് വെനസ്വേലയുടെ ദുരന്തത്തിന്റെ മുഖമായിരുന്നു. സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു.
നിങ്ങളുടെ ID കാർഡിലെ അവസാന നമ്പറുകൾ അനുസരിച്ചുള്ള ദിവസങ്ങളിൽ മാത്രമേ സാധനങ്ങൾ വാങ്ങാൻ പറ്റൂ. സാധനം വാങ്ങുമ്പോൾ വിരലടയാളം പതിപ്പിക്കണം. റേഷൻ കടകളിലെ നിയന്ത്രണങ്ങളെക്കാൾ ഭീകരമായിരുന്നു അത്. ഈ ക്ഷാമത്തിനിടയിൽ പുതിയൊരു കൂട്ടർ ഉദയം ചെയ്തു. ബച്ചാക്കരോസ് അഥവാ ഉറുമ്പുകളെപ്പോലെ സാധനങ്ങൾ ചുമക്കുന്നവർ. സർക്കാർ വിലയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ വാങ്ങി പുറത്ത് മറിച്ചു വിലയ്ക്ക് വിൽക്കുന്ന കരിഞ്ചന്തക്കാർ. 1 കിലോ അരിക്ക് 10 ഇരട്ടി വില. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സാധാരണക്കാർ പോലും കരിഞ്ചന്തക്കാരാകാൻ നിർബന്ധിതരായി. ഇതിനേക്കാൾ വലിയൊരു ദുരന്തം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു. അതിപണപ്പെരുപ്പം അഥവാ ഹൈപ്പർ ഇൻഫ്ലേഷൻ. സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതായപ്പോൾ മധുരോ എളുപ്പവഴി തിരഞ്ഞെടുത്തു. കൂടുതൽ പണം അച്ചടിക്കുക. സെൻട്രൽ ബാങ്കിലെ പ്രസ്സുകൾ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു. പക്ഷേ ചരക്കുകളില്ലാതെ വെറുതെ നോട്ടച്ചടിച്ചാൽ എന്ത് സംഭവിക്കും? നോട്ടിന്റെ വിലയിടിയും. അതൊരു ഭ്രാന്തമായ അവസ്ഥയായിരുന്നു. സാധനങ്ങളുടെ വില ദിവസം തോറും പിന്നീട് മണിക്കൂർ തോറും കൂടാൻ തുടങ്ങി. രാവിലെ കാപ്പി കുടിക്കാൻ ചെല്ലുമ്പോഴുള്ള വിലയാകില്ല വൈകുന്നേരം. കയ്യിലൊരു കെട്ട് നോട്ടുമായി പോയാൽ ഒരു റൊട്ടി പോലും കിട്ടാത്ത അവസ്ഥ. പണം എണ്ണുന്നത് ആളുകൾ നിർത്തി. പകരം പണം തൂക്കി നോക്കാൻ തുടങ്ങി. എനിക്ക് 500 ഗ്രാം പണം തരൂ എന്ന് പറയുന്ന വിചിത്രമായ അവസ്ഥ. ക്രെഡിറ്റ് കാർഡ് മെഷീനുകൾക്ക് ഇത്രയും വലിയ സംഖ്യകൾ താങ്ങാൻ കഴിയാതായി. ആരോഗ്യമേഖല തകർന്നു തരിപ്പണമായി. മരുന്നുകൾ കിട്ടാതായി. ക്യാൻസർ രോഗികൾ മരുന്ന് കിട്ടാതെ വേദനയോടെ മരിച്ചു. പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ കിട്ടിയില്ല. കരണ്ട് പോക്ക് പതിവായി. ഷാവേസിന്റെ കാലത്ത് ദേശസാൽക്കരിച്ച വൈദ്യുതി കമ്പനികൾ അറ്റകുറ്റപ്പണികൾ നടത്താതെ നശിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യത്ത് ആളുകൾ മെഴുകുതിരി വെളിച്ചത്തിൽ അത്താഴം കഴിച്ചു. ജനങ്ങളുടെ ക്ഷമ നശിച്ചു. 2014 വീണ്ടും തെരുവുകൾ ഉണർന്നു. ഇത്തവണ നേതൃത്വം നൽകിയത് ലിയോപോൾഡോ ലോപ്പസ് എന്ന യുവനേതാവായിരുന്നു. ലാ സലീദ, പുറത്തേക്കുള്ള വഴി എന്ന പേരിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. പക്ഷേ മധുരോയുടെ പ്രതികരണം ക്രൂരമായിരുന്നു. ഇതെല്ലാം അമേരിക്കയുടെയും മുതലാളിമാരുടെയും ഗൂഢാലോചനയാണ്. അവർ നമുക്കെതിരെ സാമ്പത്തിക യുദ്ധം, ഇക്കണോമിക് വാർ നടത്തുകയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളെയും യുവാക്കളെയും നേരിടാൻ അദ്ദേഹം കൊലക്റ്റീവോസ് എന്ന് വിളിക്കുന്ന സായുധ ഗുണ്ടകളെയും നാഷണൽ ഗാർഡിനെയും അയച്ചു. കാരാക്കാസിലെ തെരുവുകളിൽ വീണ്ടും ചോര വീണു. 43 പേർ കൊല്ലപ്പെട്ടു. ലിയോപോൾഡോ ലോപ്പസ് ജയിലിലായി. മധുരോ തന്റെ അധികാരമുറപ്പിക്കാൻ കൂടുതൽ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചു തുടങ്ങി. വെനസ്വേലക്കാർക്ക് മനസ്സിലായി, ഇത് പഴയതുപോലെ ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ബിഷപ്പ് ആരെയും കാത്തിരിക്കില്ലല്ലോ. സമ്പന്നർ രാജ്യം വിടാൻ തുടങ്ങി. പിന്നാലെ ഇടത്തരക്കാരും. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ, രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടവർ പാസ്പോർട്ടുമെടുത്ത് വിമാനത്താവളത്തിലേക്ക് ഓടി. മൈക്വെറ്റിയ വിമാനത്താവളത്തിലെ തറയിലുള്ള വർണ്ണാഭമായ മൊസൈക്കുകൾ, ക്രൂസ് ഡീസ് മൊസൈക്ക്, വെനസ്വേലക്കാരുടെ കണ്ണീരിന്റെ പ്രതീകമായി മാറി. ഓരോ യാത്രയപ്പും അവസാനത്തേതായിരുന്നു. പോകുന്നവർ തിരിച്ചുവരുമെന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. കുടുംബങ്ങൾ ചിതറി. മാതാപിതാക്കൾ നാട്ടിൽ, മക്കൾ വിദേശത്ത്. സ്കൈപ്പ് കോളുകളിലൂടെയും വാട്സാപ്പിലൂടെയും മാത്രമായി ബന്ധങ്ങൾ ചുരുങ്ങി. ക്രിസ്മസ് ഡിന്നറുകളിൽ കസേരകൾ ഒഴിച്ചിടാൻ തുടങ്ങി. അപ്പോഴും മധുരോ ടിവിയിൽ നൃത്തം ചെയ്തു. വിപ്ലവം ജയിക്കും എന്ന് പ്രസംഗിച്ചു. ജനങ്ങൾ വിശപ്പുകൊണ്ട് വയറുമുറുക്കിയുടുക്കുമ്പോൾ ഭരണകൂടം യാഥാർത്ഥ്യത്തിനു നേരെ കണ്ണടച്ചു. ഒരു സമൂഹം എങ്ങനെയാണ് സാവധാനം തകരുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു അത്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. അയൽക്കാരൻ അയൽക്കാരനെ സംശയിക്കാൻ തുടങ്ങി. വിശക്കുന്ന മനുഷ്യൻ എന്തും ചെയ്യുമല്ലോ. തെരുവുകളിൽ അക്രമം പെരുകി. രാത്രി 7 മണി കഴിഞ്ഞാൽ കാരാക്കാസ് ഒരു പ്രേത നഗരമായി മാറി. കൊള്ളക്കാരെ പേടിച്ച് ആരും പുറത്തിറങ്ങിയില്ല. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ നഗരമായി കാരാക്കാസ് മാറി. ഇനി അങ്ങോട്ട് ഇതിലും വലിയൊരു പലായനത്തിന്റെ കഥയാണ്. ചരിത്രം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹങ്ങളിലൊന്ന്. ഒരു യുദ്ധമില്ലാത്ത രാജ്യത്തുനിന്ന് വിശപ്പ് കാരണം ലക്ഷക്കണക്കിന് മനുഷ്യർ നടന്നു നീങ്ങുന്ന കാഴ്ച. വെനസ്വേലയുടെ അതിർത്തികൾ സാക്ഷിയായ ആ കണ്ണീർ കഥ നമുക്കടുത്ത ഭാഗത്തിൽ കാണാം. ഒരു രാജ്യം മുഴുവൻ നടക്കാൻ തുടങ്ങിയപ്പോൾ. കാരക്കാസിലെ തെരുവുകളിൽ കാറ്റുവീശുമ്പോൾ പറന്നു നടക്കുന്നത് കരിയിലകളായിരുന്നില്ല, മറിച്ച് കറൻസി നോട്ടുകളായിരുന്നു. വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും, പക്ഷേ 2017-18 കാലഘട്ടത്തിൽ വെനസ്വേലയിലെ റോഡരികുകളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പണം കാണാമായിരുന്നു. ഒരു മിഠായി വാങ്ങാൻ പോലും ഒരു ചാക്ക് പണം വേണ്ടിവരുന്ന അവസ്ഥ. പണത്തിന് കടലാസിന്റെ വില പോലുമില്ലാതായപ്പോൾ തെരുവിലെ കരകൗശല വിദഗ്ധർ ആ നോട്ടുകൾ മടക്കി പേഴ്സുകളും ബാഗുകളുമുണ്ടാക്കി വിനോദസഞ്ചാരികൾക്ക് വിൽക്കാൻ തുടങ്ങി.
സ്വന്തം രാജ്യത്തിന്റെ കറൻസി ഒരു കൗതുക വസ്തുവായി മാത്രം മാറുന്ന ഗതികേട്. വിശപ്പ്, അതായിരുന്നു ഒരേയൊരു സത്യം. വെനസ്വേലക്കാർ തമാശ രൂപേണ അതിനൊരു പേരിട്ടു: മദുരോ ഡയറ്റ്, ദ മദുരോ ഡയറ്റ്. പക്ഷേ അതൊരു തമാശയായിരുന്നില്ല. 2016 മാത്രം വെനസ്വേലക്കാർ ശരാശരി 11 കിലോയോളം ശരീരഭാരം കുറഞ്ഞുവെന്നാണ് കണക്കുകൾ. കൃത്യമായി ഭക്ഷണം കഴിക്കാനില്ലാത്തതുകൊണ്ട് മെലിഞ്ഞുണങ്ങിയ ഒരു ജനത. സൂപ്പർമാർക്കറ്റുകളിൽ നിന്ന് ഭക്ഷണം അപ്രത്യക്ഷമായപ്പോൾ ആളുകൾ ചവറ്റുകുട്ടകൾ പരതാൻ തുടങ്ങി. അതുവരെ അന്തസ്സായി ജീവിച്ചിരുന്ന ഉദ്യോഗസ്ഥരും അധ്യാപകരും വരെ റെസ്റ്റോറന്റുകൾക്ക് പിന്നിലെ വേസ്റ്റ് ബിന്നുകളിൽ ആരെങ്കിലും ഉപേക്ഷിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ തേടുന്നത് സ്ഥിരം കാഴ്ചയായി. മാതാപിതാക്കൾ സ്വന്തം ഭക്ഷണം ത്യജിച്ച് മക്കൾക്ക് നൽകി. എന്നിട്ടും വിശപ്പടങ്ങിയില്ല. അങ്ങനെയാണ് ആ വലിയ തീരുമാനം വെനസ്വേലക്കാരെടുത്തത്: നിൽക്കുന്നിടത്ത് മരിക്കുന്നതിനേക്കാൾ നല്ലത് എങ്ങോട്ടെങ്കിലും നടന്ന് രക്ഷപ്പെടുന്നതാണ്. 2015 ശേഷം ലാറ്റിൻ അമേരിക്ക കണ്ടത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പലായനമാണ്: എക്സോഡസ്. സിറിയയിലെ യുദ്ധഭൂമിയിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ യുദ്ധമില്ലാത്ത, ബോംബുകൾ വീഴാത്ത ഒരു രാജ്യത്തു നിന്ന് കേവലം ജീവിക്കാൻ വേണ്ടി ദശലക്ഷക്കണക്കിന് ആളുകൾ നാടുവിടുക എന്നത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. വിമാന ടിക്കറ്റുകൾ വാങ്ങാൻ പണമില്ല. അന്താരാഷ്ട്ര എയർലൈനുകൾ പലതും വെനസ്വേലയിലേക്കുള്ള സർവീസ് നിർത്തിയിരുന്നു. അതുകൊണ്ട് അവർ നടക്കാൻ തീരുമാനിച്ചു. നിങ്ങളുടെ കണ്ണുകൾ കൊളംബിയയുടെയും വെനസ്വേലയുടെയും അതിർത്തിയിലുള്ള സൈമൺ ബൊളീവർ പാലത്തിലേക്കൊന്ന് തുറക്കൂ. താഴെ താച്ചിറ നദി ഒഴുകുന്നു. മുകളിൽ ആ പാലത്തിലൂടെ ഉറുമ്പുകളെപ്പോലെ ജനങ്ങൾ ഒഴുകുകയാണ്. തോളിൽ ഒരു വലിയ ബാഗ്, കൈകളിൽ കുട്ടികൾ, പ്രായമായവരെ വീൽചെയറിലിരുത്തി തള്ളിക്കൊണ്ടുപോകുന്നവർ, വളർത്തുമൃഗങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചവർ. അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ കാണാം ഉപേക്ഷിച്ചു പോന്ന വീടിന്റെയും ഓർമ്മകളുടെയും ഭാരം. തിരിച്ചു വരുമോ എന്നുപോലും അറിയാത്ത യാത്ര. കൊളംബിയയിലെ കുക്കുട്ട എന്ന അതിർത്തി നഗരം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. അവിടെ എത്തുമ്പോൾ അവർക്ക് ആകെ ആശ്വാസം: ഇവിടെ ബോംബുകൾ വീഴുന്നില്ലല്ലോ, ഇവിടെ ഭക്ഷണം കിട്ടുമല്ലോ എന്ന ചിന്ത മാത്രമാണ്. പക്ഷേ യഥാർത്ഥ യാത്ര അവിടെ തുടങ്ങുന്നതേയുണ്ടായിരുന്നുള്ളൂ. ഇവരെ ലോകം വിളിച്ച പേരാണ് ലോസ് കമിനന്തസ്, അഥവാ നടക്കുന്നവർ, ദ വാക്കേഴ്സ്. ബസ്സിൽ കയറാൻ പണമില്ലാത്തതുകൊണ്ട് കൊളംബിയയുടെ റോഡുകളിലൂടെ കിലോമീറ്ററുകളോളം അവർ നടന്നു. അവരുടെ ലക്ഷ്യം ബൊഗോട്ടയോ, ഇക്വഡോറോ, പെറുവോ, ചിലിയോ ഒക്കെയായിരുന്നു. നൂറുകണക്കിന്, ചിലപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ. ഈ യാത്രയിലെ ഏറ്റവും വലിയ വില്ലൻ ആൻഡീസ് പർവ്വതനിരകളായിരുന്നു. പാരമോ ഡി ബെർലിൻ എന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്ററിലധികം ഉയരത്തിലാണ്. കൊടും തണുപ്പാണവിടെ. വെനസ്വേലയിലെ ഉഷ്ണമേഖലാ പ്രദേശത്ത് നിന്ന്, കരീബിയൻ ഹീറ്റിൽ നിന്ന് വരുന്നവർക്ക് മഞ്ഞു വീഴുന്ന തണുപ്പിനെപ്പറ്റി ഒരു ധാരണയുമുണ്ടായിരുന്നില്ല. ടീഷർട്ടും ചെരുപ്പും മാത്രം ധരിച്ച് ആ മഞ്ഞിലൂടെ നടന്നു നീങ്ങുന്നവരെ ഒന്ന് ഓർത്തു നോക്കൂ. പലരും തണുത്തു വിറച്ച് വഴിയിൽ വീണു. ഹൈപ്പോതെർമിയ ബാധിച്ച് മരിച്ചവരെ റോഡരികിൽ തന്നെ അടക്കം ചെയ്യേണ്ടി വന്നു. കുഞ്ഞുങ്ങളെ പുതപ്പിക്കാൻ സ്വന്തം വസ്ത്രം ഊരി നൽകിയ അമ്മമാർ തണുത്തുറഞ്ഞുപോയി. റോഡരികകളിൽ കുരിശുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നടന്നു തേഞ്ഞ ചെരുപ്പുകൾ അവർ ഉപേക്ഷിച്ചു. കാലുകളിൽ വ്രണങ്ങൾ പൊട്ടി. എന്നിട്ടും അവർ നടന്നു. കാരണം തിരിച്ചുപോക്ക് അസാധ്യമായിരുന്നു. പിന്നിൽ തകർന്നൊടിഞ്ഞ ഒരു രാജ്യവും പട്ടിണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 7 ദശലക്ഷത്തിലധികം ആളുകളാണ് വെനസ്വേല വിട്ടുപോയത്. അതായത് രാജ്യത്തെ ജനസംഖ്യയുടെ 1/4 ഭാഗം. നമ്മുടെ കേരളത്തിൽ നിന്ന് പെട്ടെന്ന് 80% ആളുകൾ അപ്രത്യക്ഷമാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഡോക്ടർമാർ പോയി, എഞ്ചിനീയർമാർ പോയി, അധ്യാപകർ പോയി. വെനസ്വേലയിലെ ആശുപത്രികളിൽ ചികിത്സിക്കാൻ ഡോക്ടർമാരില്ലാതായി. സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ആളില്ലാതായി. ഒരു തലമുറയുടെ അറിവും കഴിവും ആ രാജ്യത്തിന് നഷ്ടപ്പെട്ടു. ഈ അഭയാർത്ഥി പ്രവാഹം അയൽ രാജ്യങ്ങളെയും അസ്വസ്ഥമാക്കാൻ തുടങ്ങി. കൊളംബിയയിലും പെറുവിലും ബ്രസീലിലും അഭയാർത്ഥി ക്യാമ്പുകൾ നിറഞ്ഞു. തുടക്കത്തിൽ സഹതാപത്തോടെ സ്വീകരിച്ചവർ പിന്നീട് മുഖം തിരിക്കാൻ തുടങ്ങി. ഇവർ ഞങ്ങളുടെ ജോലികൾ തട്ടിയെടുക്കുന്നു എന്ന പരാതികൾ ഉയർന്നു. വിവേചനം, സിനോഫോബിയ തലപൊക്കി. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നരായ, എല്ലാവരും അസൂയയോടെ നോക്കിയിരുന്ന വെനസ്വേലൻകാർ ഇപ്പോൾ തെരുവുകളിൽ ഭിക്ഷയാചിക്കുന്ന കാഴ്ച ആരുടെയും കരളലിയിക്കുന്നതായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ട്. വെനസ്വേലയിലെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ കൊളംബിയയിലെ തെരുവിൽ ആക്രി പെറുക്കി വിൽക്കുന്നു. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് വിശപ്പടയ്ക്കാൻ കഴിയില്ലല്ലോ. ഇതാണ് വെനസ്വേലൻ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ മുറിവ്. അത് മനുഷ്യന്റെ അന്തസ്സിനെയാണ് ചോദ്യം ചെയ്തത്.
നാടുവിടാൻ കഴിയാത്തവരുടെ അവസ്ഥയോ? അവർ വീട്ടിലെ ഫർണിച്ചറുകൾ വിറ്റു, കാറുകൾ വിറ്റു, അവസാനം മുടിവരെ മുറിച്ചു വിറ്റു, ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി. ഇതിനിടയിലും മദൂരോ സർക്കാർ അധികാരം വിട്ടൊഴിയാൻ തയ്യാറായില്ല. 2017 നടന്ന പ്രതിഷേധങ്ങളെ അവർ ക്രൂരമായി അടിച്ചമർത്തി. ഭരണഘടന മാറ്റാൻ വീണ്ടും ശ്രമിച്ചു. തിരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടന്നതായി ആരോപണങ്ങൾ ഉയർന്നു. ലോകരാജ്യങ്ങൾ വെനസ്വേലയ്ക്ക് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. സാമ്പത്തിക ഉപരോധം കൊണ്ടാണ് രാജ്യം തകർന്നത് എന്ന് മദൂരോ വാദിച്ചു. എന്നാൽ ഉപരോധങ്ങൾ വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ വെനസ്വേലയുടെ തകർച്ച തുടങ്ങിയിരുന്നു എന്നതാണ് സത്യം. ഒരു രാജ്യം മരിക്കുമ്പോൾ ആദ്യം മരിക്കുന്നത് അവിടുത്തെ ചിരികളാണ്, പിന്നെ സ്വപ്നങ്ങൾ, അവസാനം പ്രതീക്ഷകളും. എന്നാൽ 2019 വെനിസ്വേലയുടെ പാരഷ്ട്രീയ ചക്രവാളത്തിൽ അപ്രതീക്ഷിതമായി ഒരു പുതിയ താരമുദിച്ചു. മദൂരോയുടെ അധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു യുവാവ് രംഗത്തെത്തി. തെരുവുകളിൽ വീണ്ടും ആവേശം ഇറച്ചുകയറി. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ പാരഷ്ട്രീയ നാടകത്തിലേക്ക് ഹുവാൻ ഗ്വൈഡോ എന്ന പേര് എങ്ങനെ കടന്നുവന്നു എന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. 2 പ്രസിഡന്റുമാരുള്ള ഒരു രാജ്യം. വിചിത്രമായ ആ പാരഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് സ്വാഗതം. 2019 പുലരി വെനസ്വേലയിലേക്ക് കടന്നുവന്നത് പ്രതീക്ഷയുടെ വെളിച്ചവുമായല്ല, മറിച്ച് കനത്ത നിരാശയുടെ മൂടൽമഞ്ഞുമായാണ്. നിക്കോളാസ് മദുരോ രണ്ടാമതും പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും അത് അംഗീകരിച്ചില്ല. തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു എന്നും പ്രതിപക്ഷത്തെ ജയിലിലടച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തിയതെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. ഇനിയും 6 വർഷം കൂടി ഈ നരകത്തിലോ എന്ന ചിന്ത ജനങ്ങളെ തളർത്തിക്കളഞ്ഞു. എന്നാൽ ആ നിരാശയുടെ ചാരത്തിൽ നിന്നാണ് അപ്രതീക്ഷിതമായി ഒരു തീപ്പൊരി പറന്നുവീണത്. ജനുവരി 23 വെനസ്വേലയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണത്. 1958 ഏകാധിപതി പെരസ് ജിമനസിനെ പുറത്താക്കിയ ദിവസം. ആ വാർഷികത്തിൽ കാരക്കാസിലെ ചക്കാവോയിൽ തടിച്ചുകൂടിയ 10,000-കണക്കിന് ജനങ്ങൾക്ക് മുന്നിൽ മെലിഞ്ഞ യുവത്വമുള്ളൊരു മനുഷ്യൻ മൈക്കിനു മുന്നിലെത്തി. വെള്ള ഷർട്ടിട്ട് സുമുഖനായ ആ യുവാവിനെ വെനസ്വേലയ്ക്ക് പുറത്തുള്ള ആർക്കും അന്ന് വലിയ പരിചയമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് ഹുവാൻ ഗ്വൈഡോ. പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള പാർലമെന്റിന്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഭരണഘടനയുടെ 233 വകുപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിറയ്ക്കാത്ത ശബ്ദത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഭരണഘടന എനിക്ക് നൽകുന്ന അധികാരമുപയോഗിച്ച് വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ഞാൻ ചുമതലയേൽക്കുന്നു. അതൊരു പ്രഖ്യാപനമായിരുന്നില്ല, ഇടിമുഴക്കമായിരുന്നു. ജനം ആവേശത്താൽ അലറിവിളിച്ചു. തെരുവുകളിൽ വീണ്ടും പ്രതീക്ഷയുടെ തിരമാലകൾ ഇരച്ചുകയറി. മിനിറ്റുകൾക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തു, അമേരിക്ക ഗ്വൈഡോയെ വെനസ്വേലയുടെ പ്രസിഡന്റായി അംഗീകരിക്കുന്നു. പിന്നാലെ കാനഡ, ബ്രസീൽ, കൊളംബിയ, യൂറോപ്യൻ രാജ്യങ്ങൾ. ലോകം ഗ്വൈഡോക്ക് പിന്നിൽ അണിനിരന്നു. പെട്ടെന്ന് വെനസ്വേലയിൽ ഒരു വിചിത്രമായ അവസ്ഥ സംജാതമായി. ഒരു രാജ്യത്ത് 2 പ്രസിഡന്റുമാർ. ഒരാൾ നിക്കോളാസ് മദുരോ മിരാഫ്ലോറസ് കൊട്ടാരത്തിലിരിക്കുന്നു. സൈന്യത്തിന്റെ തോക്കുകൾ അദ്ദേഹത്തിന് കാവലുണ്ട്. റഷ്യയും ചൈനയും ക്യൂബയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. മറ്റൊരാൾ ഹുവാൻ ഗ്വൈഡോ തെരുവുകളിലും പാർലമെന്റിലും ഇരിക്കുന്നു. ഭരണഘടനയും പാശ്ചാത്യ ലോകവും ജനങ്ങളുടെ വോട്ടും അദ്ദേഹത്തിനൊപ്പമുണ്ട്. പക്ഷേ അധികാരമെന്നത് കൊട്ടാരത്തിലാണോ അതോ തെരുവിലാണോ എന്ന ചോദ്യം ബാക്കിയായി. വെനസ്വേല ഒരു അന്താരാഷ്ട്ര ചെസ് ബോർഡായി മാറി. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധം കാരക്കാസിലെ തെരുവുകളിൽ പുനർജനിച്ചു. മദുരോയെ പുറത്താക്കാൻ അമേരിക്ക എണ്ണ ഉപരോധങ്ങൾ കടുപ്പിച്ചു. വെനസ്വേലയുടെ വിദേശത്തുള്ള സ്വർണവും പണവും മരവിപ്പിച്ചു. എല്ലാ ഓപ്ഷനുകളും മേശപ്പുറത്തുണ്ട് എന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തി. പക്ഷേ ഗ്വൈഡോയുടെ യഥാർത്ഥ പരീക്ഷണമായത് ഫെബ്രുവരി 23 മനുഷ്യത്വത്തിന്റെ പേരിലുള്ള സഹായം, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, വെനസ്വേലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം. അതിർത്തി നഗരമായ കുക്കുട്ടയിൽ ലോകപ്രശസ്തനായ റിച്ചാർഡ് ബ്രാൻസൺ വെനസ്വേല എയ്ഡ് ലൈവ് എന്ന പേരിൽ വലിയൊരു സംഗീത പരിപാടി സംഘടിപ്പിച്ചു. ലോകം മുഴുവൻ ടിവിയിൽ കണ്ട ആ കാഴ്ച. ലക്ഷക്കണക്കിന് ആളുകൾ പാട്ടുപാടി ആർത്തുവിളിക്കുന്നു. തൊട്ടപ്പുറത്ത് അതിർത്തിപ്പാലത്തിൽ ഭക്ഷണവും മരുന്നും നിറച്ച ട്രക്കുകൾ വെനസ്വേലയിലേക്ക് കടക്കാൻ തയ്യാറായി നിൽക്കുന്നു. മറുവശത്ത് മദുരോ സൈന്യത്തെ വിന്യസിച്ചു. ഇത് സഹായമല്ല, സഹായത്തിന്റെ പേരിൽ വരുന്ന അധിനിവേശമാണ്. ആ ട്രക്കുകളിൽ ആയുധങ്ങളാകാം എന്ന് മദുരോ ആരോപിച്ചു. പാലത്തിൽ കണ്ടെയ്നറുകൾ വെച്ച് അദ്ദേഹം വഴി തടഞ്ഞു. സംഗീതം നിലച്ചപ്പോൾ സംഘർഷം തുടങ്ങി. ജനങ്ങൾ ട്രക്കുകൾ തള്ളി നീക്കാൻ ശ്രമിച്ചു. സൈന്യം ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ഇതിനിടയിൽ ഹൃദയഭേദകമായ കാഴ്ച സംഭവിച്ചു.
ഭക്ഷണവും മരുന്നും നിറച്ച ട്രക്കുകൾക്ക് ആരോ തീയിട്ടു. കത്തുന്നത് വെറും അരിയും മരുന്നുമായിരുന്നില്ല. പട്ടിണി കൊണ്ട് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷകളായിരുന്നു ആ കറുത്ത പുകയായി ആകാശത്തേക്കുയർന്നുപോയത്. കത്തിയമരുന്ന ഭക്ഷണപ്പൊതികൾ നോക്കി കരയുന്ന ജനങ്ങളുടെ ചിത്രം ലോകത്തെ നടുക്കി. ആ ദിവസം ഗ്വൈഡോയുടെയും വെനസ്വേലക്കാരുടെയും മനസ്സും മടുത്തു. ഇത് സമാധാനപരമായി നടക്കില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ വെനസ്വേലയെ കാത്തിരുന്നത് അതിലും വലിയൊരു ഇരുട്ടായിരുന്നു. അക്ഷരാർത്ഥത്തിലുള്ള ഇരുട്ട്. 2019 മാർച്ച് 7 വ്യാഴാഴ്ച വൈകുന്നേരം 4:56 രാജ്യത്തെ 70% വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ഗുരി അണക്കെട്ടിലെ നിലയത്തിൽ തകരാർ സംഭവിച്ചു. വെനസ്വേലയുടെ വെളിച്ചം അണഞ്ഞു. 1-2 മണിക്കൂർ നേരത്തേക്കല്ല, 5 ദിവസത്തോളം നീണ്ടുനിന്ന മഹാ ഇരുട്ട്, എൽ ഗ്രാൻ അപ്പാഗോൺ. ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമുക്ക് 5 ദിവസം കരണ്ടില്ലാതെ ജീവിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇന്റർനെറ്റില്ല, ഫോൺ റേഞ്ചില്ല, ടിവിയില്ല, എങ്ങും കൂരിരുട്ട്. എന്ത് സംഭവിച്ചു എന്ന് പുറം ലോകം അറിയുന്നില്ല, അകത്തുള്ളവർക്കും അറിയില്ല. മദുരോ പറഞ്ഞു, ഇത് അമേരിക്ക നടത്തിയ സൈബർ ആക്രമണമാണ്. എഞ്ചിനീയർമാർ പറഞ്ഞു, വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിന്റെ ഫലമാണ്. കാരണം എന്തുതന്നെയായാലും അനുഭവിച്ചത് സാധാരണക്കാരാണ്. ഫ്രിഡ്ജുകൾ ഓഫായി. കഷ്ടപ്പെട്ട് വാങ്ങി സൂക്ഷിച്ചിരുന്ന ഇറച്ചിയും മീനും ചീഞ്ഞു പോകാൻ തുടങ്ങി. സൂപ്പർമാർക്കറ്റുകളിൽ നിന്ന് ചീഞ്ഞ ഭക്ഷണത്തിന്റെ ഗന്ധം തെരുവുകളിലേക്ക് പടർന്നു. ഏറ്റവും ദയനീയം ആശുപത്രികളിലെ അവസ്ഥയായിരുന്നു. വെന്റിലേറ്ററുകൾ നിലച്ചു. ജനറേറ്ററുകളിൽ ഡീസൽ തീർന്നു. നവജാത ശിശുക്കളുടെ വാർഡുകളിൽ അമ്മമാർ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ കുഞ്ഞുങ്ങൾക്ക് കാവലിരുന്നു. ഡയാലിസിസ് മുടങ്ങി 100 കണക്കിന് രോഗികൾ മരിച്ചു. വെള്ളം പമ്പു ചെയ്യാൻ കരണ്ടില്ലാതായതോടെ ജനം തെരുവിലിറങ്ങി. മലിനജലം ഒഴുകുന്ന ഗ്വായിര നദിയിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്ന ജനങ്ങളുടെ കാഴ്ച ഒരു രാജ്യം എത്രത്തോളം അധപ്പതിച്ചു എന്നതിന്റെ നേർസാക്ഷ്യമായി മാറി. രാത്രികളിൽ കരാക്കസ് നിശബ്ദമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വെടിയൊച്ചകളും ജനങ്ങൾ പാത്രത്തിൽ കൊട്ടി ശബ്ദമുണ്ടാക്കുന്ന പ്രതിഷേധവും മാത്രം. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു കണ്ടു, പക്ഷെ താഴെ നരകമായിരുന്നു. ഇരുട്ടുമാറിയെങ്കിലും വെനസ്വേല പഴയതുപോലെയായില്ല. ഗ്വൈഡോയുടെ പ്രഭാവം മങ്ങാൻ തുടങ്ങി. വാഗ്ദാനങ്ങൾ വെറും വാക്കുകളായി അവശേഷിച്ചു. എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായിട്ടും മദുരോ കസേരയിൽ തന്നെ തുടർന്നു. അവസാനത്തെ ശ്രമമെന്ന നിലയിൽ 2019 ഏപ്രിൽ 30 പുലർച്ചെ ഗ്വൈഡോ വലിയൊരു നീക്കം നടത്തി. ഓപ്പറേഷൻ ലിബർട്ടി. ലാ കർലോട്ട എന്ന സൈനിക താവളത്തിന് പുറത്ത് ഗ്വൈഡോയും വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട പ്രതിപക്ഷ നേതാവ് ലിയോപോൾഡോ ലോപ്പേസും പ്രത്യക്ഷപ്പെട്ടു. അവരുടെ കയ്യിൽ നീല ആം ബാൻഡ് കെട്ടിയിരുന്നു. കൂടെ കുറച്ച് സൈനികരും. 2020 തുടക്കത്തിൽ ലോകം മുഴുവൻ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. കൊറോണ വൈറസ് എന്ന അദൃശ്യനായ ശത്രു അതിർത്തികൾ അടപ്പിച്ചു. വിമാനങ്ങൾ നിലത്തിറക്കി. നഗരങ്ങൾ വിജനമായി. എന്നാൽ വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്ക്ഡൌൺ പുതിയൊരു അനുഭവമായിരുന്നില്ല. ലോകം വീട്ടിനുള്ളിലേക്ക് ചുരുങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ വെനസ്വേലക്കാർ തങ്ങളുടെ വീടുകളിൽ തടവിലാക്കപ്പെട്ടവരായിരുന്നു. ഭയം കൊണ്ടും പണമില്ലായ്മ കൊണ്ടും ഇന്ധനമില്ലാത്തതുകൊണ്ടും. വെനസ്വേലയിലെ ആശുപത്രികളുടെ അവസ്ഥ നമ്മൾ നേരത്തെ കണ്ടതാണ്. ബാൻഡേജും മരുന്നും പോയിട്ട് കൈ കഴുകാൻ വെള്ളം പോലും കിട്ടാത്ത ആശുപത്രികളിലേക്കാണ് കോവിഡ് കടന്നുവന്നത്. ആരോഗ്യ സംവിധാനം തകർന്നു എന്നതൊരു ക്ലീഷേ വാചകമല്ലായിരുന്നു അവിടെ. അതൊരു മരണവാറുണ്ടായിരുന്നു. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, ഔദ്യോഗിക കണക്കുകളിൽ വെനസ്വേലയിൽ മരണസംഖ്യ കുറവായിരുന്നു. അതിന് കാരണം മികച്ച ചികിത്സയല്ലായിരുന്നു, മറിച്ച് ആ രാജ്യം ലോകത്തിൽ നിന്ന് അത്രമേൽ ഒറ്റപ്പെട്ടു പോയിരുന്നു എന്നതാണ്. വിനോദസഞ്ചാരികളില്ല, ബിസിനസ്സുകാരില്ല, പുറത്തുനിന്നുള്ള ആരും അങ്ങോട്ട് വരാത്തതുകൊണ്ട് വൈറസിന് പോലും അങ്ങോട്ടേക്കെത്താൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വൈറസിനേക്കാൾ വലിയൊരു ദുരന്തം ആ സമയത്ത് അവരെ ശ്വാസം മുട്ടിച്ചു: പെട്രോൾ ക്ഷാമം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യം, ഒരു കാലത്ത് വെള്ളത്തേക്കാൾ വിലക്കുറവിൽ പെട്രോൾ കിട്ടിയിരുന്ന നാട്. അവിടെ പെട്രോൾ പമ്പുകളിൽ കിലോമീറ്ററുകൾ നീണ്ട ക്യൂ രൂപപ്പെട്ടു. ദിവസങ്ങളോളം വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങുന്ന ഡ്രൈവർമാർ. ശവസംസ്കാരത്തിന് കൊണ്ടുപോകാൻ വണ്ടിയില്ലാത്തതുകൊണ്ട് ശവപ്പെട്ടികൾ സൈക്കിളിലും ഉന്തുവണ്ടിയിലും കൊണ്ടുപോകുന്ന കാഴ്ചകൾ. ആംബുലൻസുകൾക്ക് ഓടാൻ പെട്രോളില്ല. ഒടുവിൽ വെനസ്വേലയെ രക്ഷിക്കാൻ കപ്പലുകളെത്തി. പക്ഷേ അത് അമേരിക്കയിൽ നിന്നോ അയൽരാജ്യങ്ങളിൽ നിന്നോ ആയിരുന്നില്ല. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന ഉപരോധങ്ങളിൽ വലയുന്ന മറ്റൊരു രാജ്യമായ ഇറാനിൽ നിന്നായിരുന്നു ആ കപ്പലുകൾ വന്നത്. ഫോർച്യൂൺ, ഫോറസ്റ്റ് എന്നീ ഇറാനിയൻ ടാങ്കറുകൾ കരീബിയൻ കടലിലൂടെ വെനസ്വേലൻ തീരത്തേക്കടുത്തപ്പോൾ സർക്കാർ അനുകൂലികൾ പതാക വീശി സ്വീകരിച്ചു.
അതൊരു വലിയ വിജയമായി അവർ ആഘോഷിച്ചു. എന്നാൽ ചരിത്രമറിയുന്നവർക്ക് അതൊരു വലിയ തമാശയും ഒപ്പം ദുരന്തവുമായിരുന്നു. എണ്ണയിൽ കുളിച്ചു നിൽക്കുന്ന വെനസ്വേലയ്ക്ക് വണ്ടി ഓടിക്കാൻ ഇറാനിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഇതിൽ പരം ഒരു പരാജയം ഒരു എണ്ണ രാജ്യത്തിന് സംഭവിക്കാനില്ല. എണ്ണ വ്യവസായം പൂർണ്ണമായും തകർന്നു. പൈപ്പുകൾ തുരുമ്പെടുത്തു. റിഫൈനറികൾ നിലച്ചു. ഇനി എന്തു ചെയ്യും? പണം എവിടെ നിന്ന് വരും? അവിടെയാണ് മദൂരോ സർക്കാർ തന്റെ കയ്യിലുള്ള അവസാനത്തെ ചീട്ടിറക്കിയത്. ഭൂമിക്ക് മുകളിലുള്ള എണ്ണ കഴിഞ്ഞെങ്കിൽ ഇനി ഭൂമിക്കടിയിലുള്ളതെടുക്കാം. പക്ഷേ ഇത്തവണ എണ്ണയല്ല, മറിച്ച് സ്വർണമാണ്, ഗോൾഡ്. വെനസ്വേലയുടെ തെക്കൻ ഭാഗത്ത് ഒറിനോക്കോ നദിക്ക് തെക്ക് ആമസോൺ കാടുകളോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ പ്രദേശം, പ്രകൃതിയുടെ പറുദീസ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ ഏഞ്ചൽ ഫോൾസ് സ്ഥിതി ചെയ്യുന്ന മണ്ണ്. അവിടെ ഓറിനോക്കോ മൈനിംഗ് ആർക്ക് എന്ന പേരിൽ ഒരു വലിയ ഖനന പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചു. ഇതൊരു വ്യവസായമല്ല, ഇതൊരു കൊള്ളയാണ്. പോർച്ചുഗലിനേക്കാൾ വലിപ്പമുള്ളൊരു പ്രദേശം ഖനനത്തിനായി തുറന്നുകൊടുത്തു. അവിടെ നിയമങ്ങളില്ല, പരിസ്ഥിതി പരിശോധനകളില്ല. ആർക്കും വന്ന് കുഴിക്കാം, സ്വർണമെടുക്കാം. സർക്കാരിനൊരു വിഹിതം നൽകണം. ഇതോടെ വെനസ്വേലയുടെ തെക്കൻ കാടുകളിലേക്ക് ജനങ്ങളുടെ പ്രവാഹമായി. എണ്ണക്കിണറുകൾ ഉപേക്ഷിച്ച്, ഓഫീസ് ജോലികൾ ഉപേക്ഷിച്ച് വിശക്കുന്ന മനുഷ്യർ സ്വർണം തേടി കാട് കയറി. ആധുനിക കാലത്തെ ഒരു ഗോൾഡ് റഷ്. പക്ഷേ അവിടെ അവരെ കാത്തിരുന്നത് സ്വർണത്തിന്റെ തിളക്കമായിരുന്നില്ല, മറിച്ച് ചോരയുടെയും ചെളിയുടെയും ഗന്ധമായിരുന്നു. ഈ ഖനികൾ നിയന്ത്രിക്കുന്നത് സർക്കാരല്ല, സിൻഡിക്കേറ്റുകൾ എന്നറിയപ്പെടുന്ന ക്രിമിനൽ സംഘങ്ങളും കൊളംബിയയിൽ നിന്നുള്ള ഗെറില്ല ഗ്രൂപ്പുകളുമാണ്. ELN തോക്കിന്റെ മുനയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. മോഷ്ടിച്ചാൽ കൈവെട്ടും, എതിർത്താൽ വെടിവെച്ചു കൊല്ലും. ആധുനിക അടിമത്വത്തിന്റെ പണിപ്പുരകളായി ആ ഖനികൾ മാറി. സ്വർണം വേർതിരിച്ചെടുക്കാൻ അവരുപയോഗിക്കുന്നത് മെർക്കുറി അഥവാ രസമാണ്. ടൺ കണക്കിന് മെർക്കുറിയാണ് അവർ നദികളിലേക്ക് ഒഴുക്കിവിടുന്നത്. തെളിനീർ പോലെ ഒഴുകിയിരുന്ന നദികൾ വിഷമയമായി. ആ വെള്ളം കുടിക്കുന്ന തദ്ദേശീയരായ ഗോത്രവർഗക്കാർ രോഗബാധിതരായി. മത്സ്യം ചത്തുപൊങ്ങി. മണ്ണും മനുഷ്യനും ഒരുപോലെ നശിച്ചു. മലേറിയ എന്ന മഹാമാരി 50 വർഷം മുൻപ് വെനസ്വേല നിർമ്മാർജ്ജനം ചെയ്തതാണ്. ഇപ്പോൾ അത് കാട്ടുതീ പോലെ തിരിച്ചുവന്നു. സ്വർണം തേടിപ്പോയവർ മലേറിയ പിടിച്ച് മരുന്ന് കിട്ടാതെ കാട്ടിനുള്ളിൽ മരിച്ചു വീണു. ഈ രക്തത്തിൽ കുതിർന്ന സ്വർണം രഹസ്യവഴികളിലൂടെ വിദേശത്തേക്ക് കടത്തി. തുർക്കിയിലേക്കും UAEയിലേക്കും സ്വർണ്ണക്കട്ടികൾ വിമാനത്തിൽ പറന്നു. പകരം സർക്കാരിന് നിലനിൽക്കാനുള്ള പണം ലഭിച്ചു. പരിസ്ഥിതിവാദികൾ ഇതിനെ വിളിച്ചത് ഇക്കോസൈഡ് എന്നാണ്. ആമസോണിന്റെ ശ്വാസകോശത്തിൽ ക്യാൻസർ പടരുന്നതുപോലെ ഖനികൾ കാടിനെ കാർന്നു തിന്നു. ഇതേസമയം വടക്ക് തലസ്ഥാനമായ കാരക്കാസിൽ മറ്റൊരു വിചിത്രമായ മാറ്റം സംഭവിക്കുകയായിരുന്നു. 2019 ഇരുട്ടിനും പട്ടിണിക്കുമൊടുവിൽ 2021 ആയപ്പോഴേക്കും നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ വെളിച്ചം വന്നു തുടങ്ങി. മദുരോ പതുക്കെ സോഷ്യലിസത്തിന്റെ കടുപ്പം കുറച്ചു. ഡോളർ ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. വില നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റി. സ്വകാര്യ ഇറക്കുമതി അനുവദിച്ചു. പെട്ടെന്ന് കാരക്കാസിലെ സമ്പന്ന മേഖലകളിൽ ബൊഡേഗണുകൾ എന്ന അത്യാഡംബര കടകൾ കൂണുപോലെ മുളച്ചുപൊങ്ങി. എന്താണ് ഈ ബൊഡേഗണുകൾ? അമേരിക്കയിലെ വാൾമാർട്ടിലോ യൂറോപ്പിലെ കടകളിലോ കിട്ടുന്നത് എന്തും ഇവിടെ കിട്ടും. ന്യൂട്ടെല്ല, കെലോഗ്സ് സീരിയൽ, വിദേശ മദ്യം, അത്യാധുനിക ടിവികൾ എല്ലാം ഡോളർ കൊടുത്താൽ മാത്രം ലഭിക്കും. വെനസ്വേല രണ്ടായി പിളർന്നു. ഒരു വശത്ത് ബബിൾ എന്നറിയപ്പെടുന്ന ചെറിയൊരു വിഭാഗം, കയ്യിൽ നിറയെ ഡോളറുള്ളവർ. അവർ ഫെറാറി കാറുകളിൽ സഞ്ചരിച്ചു. നക്ഷത്ര ഹോട്ടലുകളിൽ പാർട്ടി നടത്തി. വെനസ്വേല ശരിയായി എന്ന് അവർ സോഷ്യൽ മീഡിയയിൽ എഴുതി. യൂട്യൂബർമാർ വന്ന് നോക്കൂ, വെനസ്വേലയിൽ എല്ലാം കിട്ടും എന്ന് വ്ളോഗ് ചെയ്തു. മറുവശത്ത് ഈ കുമിളയ്ക്ക് പുറത്തു നിൽക്കുന്ന 90% ജനങ്ങൾ. സർക്കാർ ശമ്പളം വാങ്ങുന്ന അധ്യാപകർ, നഴ്സുമാർ, പെൻഷൻകാർ. അവരുടെ ശമ്പളം ബൊളിവാറിലാണ്. ഒരു മാസം പണിയെടുത്താൽ $5 പോലും കിട്ടില്ല. ഒരു കുപ്പി എണ്ണ വാങ്ങാൻ ഒരു മാസത്തെ ശമ്പളം തികയില്ല. അവർ ബൊഡേഗണുകളുടെ ചില്ലു ജനലുകൾക്ക് പുറത്തുനിന്ന് അകത്തിരിക്കുന്ന ആഹാര സാധനങ്ങൾ കണ്ട് നെടുവേർപ്പിട്ടു. ഈ അസമത്വം ഭീകരമായിരുന്നു. ഒരേ നഗരത്തിൽ 2 ലോകങ്ങൾ. ഒന്ന് സ്വർണത്തിലും ഡോളറിലും തിളങ്ങുന്നു, മറ്റൊന്ന് ചവറ്റുകുട്ടയിൽ ഭക്ഷണം തിരയുന്നു. പഴയ മധ്യവർഗം അപ്രത്യക്ഷമായി. ഒന്നുകിൽ നിങ്ങൾ അതിസമ്പന്നനാണ്, അല്ലെങ്കിൽ അതിദരിദ്രനാണ്. ഇടയിലൊന്നുമില്ല.
വിദേശത്തുള്ള മക്കൾ അയച്ചു കൊടുക്കുന്ന പണം അഥവാ റെമിറ്റൻസസ് മാത്രമായി പലരുടെയും ജീവശ്വാസം. വെസ്റ്റേൺ യൂണിയനുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ. എന്റെ മകൻ ചിലിയിലാണ്, എന്റെ മകൾ സ്പെയിനിലാണ് എന്ന് പറഞ്ഞ് അവർ അഭിമാനിച്ചു, ഒപ്പം ഉള്ളുനേറി കരഞ്ഞു. രാഷ്ട്രീയത്തിലോ ഹുവാൻ ഗ്വൈഡോ എന്ന പ്രതീക്ഷയുടെ നാളം കെട്ടുപോയി. ഇടക്കാല സർക്കാർ എന്നത് വെറും ഒരു പേരു മാത്രമായി. പ്രതിപക്ഷം പല തട്ടിലായി ചിതറി. മദുരോ കൂടുതൽ ശക്തനായി. ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയും ചൈനയും ഇറാനും അദ്ദേഹത്തെ സഹായിച്ചു. തെരഞ്ഞെടുപ്പുകൾ പ്രഹസനങ്ങളായി. യൂറോപ്യൻ യൂണിയൻ നിരീക്ഷകർ വന്നെങ്കിലും ഫലത്തിൽ മാറ്റമുണ്ടായില്ല. വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന ചിന്ത ജനങ്ങളിൽ ഉറച്ചു. നിരാശയുടെ ആഴം കൂടിയപ്പോൾ പലായനത്തിന്റെ രീതിയും മാറി. മുൻപ് ബസ് കയറിയും റോഡിലൂടെ നടന്നുമായിരുന്നു പോയതെങ്കിൽ ഇപ്പോൾ അവർ കൊടും കാടുകളിലേക്കിറങ്ങി. കൊളംബിയയ്ക്കും പനാമയ്ക്കുമിടയിലുള്ള റോഡില്ലാത്ത ചതുപ്പും വന്യമൃഗങ്ങളും നിറഞ്ഞ ഘോരവനം. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ വഴി. അമേരിക്കയിലേക്ക് കടക്കാൻ വേണ്ടി വെനസ്വേലക്കാർ കൈക്കുഞ്ഞുങ്ങളുമായി ആ കാട്ടിലേക്ക് എടുത്തുചാടി. പുഴകൾ നീന്തിക്കടക്കുമ്പോൾ ഒഴുകിപ്പോകുന്നവർ, പാമ്പുകടിയേറ്റ് മരിക്കുന്നവർ, കൊള്ളക്കാരാൽ കൊല്ലപ്പെടുന്നവർ. ആ കാട് കടക്കുന്നവരുടെ കഥകൾ കേട്ടാൽ കരളുറപ്പുള്ളവർ പോലും വിറച്ചുപോകും. എന്നിട്ടും അവർ പോയി. കാരണം വെനസ്വേലയിലെ ജീവിതം ആ കാടിനേക്കാൾ ഭയാനകമാണെന്ന് അവർ വിശ്വസിച്ചു. ഒരു തലമുറ മുഴുവൻ കാട്ടിലും കടലിലും ചിതറിപ്പോയ കഥ. ഇപ്പോൾ നമ്മൾ 2024 അടുക്കുകയാണ്. ബബിൾ സാമ്പത്തിക വ്യവസ്ഥയുടെ മിന്നലാട്ടങ്ങൾ കണ്ട് ലോകം ചോദിച്ചു, വെനസ്വേല തിരിച്ചുവരികയാണോ? 2024 നടക്കാൻ പോകുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഒരു വഴിത്തിരിവാകുമോ? മരിയ കൊറീന മച്ചാഡോ എന്ന ഉരുക്കു വനിതയുടെ കടന്നുവരവ് മദുരോയെ ഭയപ്പെടുത്തുന്നുണ്ടോ? കഥയുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വർത്തമാനകാല വെനസ്വേലയുടെ ചിത്രവും ഈ വലിയ ചരിത്രപാഠം ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പും നമുക്ക് 10ാം ഭാഗത്തിൽ കാണാം. പ്രണയവും നഷ്ടവും പ്രതീക്ഷയും ഒടുങ്ങാത്ത ഒരു ജനതയുടെ സാർവത്രികമായ കഥ അവിടെ പൂർത്തിയാകും. നമ്മുടെ ഈ യാത്ര അതിന്റെ അവസാനത്തോടടുക്കുകയാണ്. കാരാബോബോയിലെ യുദ്ധക്കളത്തിൽ നിന്ന് തുടങ്ങി മരാക്കൈബോയിലെ എണ്ണക്കിണറുകളിലൂടെ ഷാവേസിന്റെ ചുവന്ന കടലിലൂടെ പട്ടിണിയുടെയും പലായനത്തിന്റെയും ഇരുണ്ട വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. 2024 എത്തുമ്പോൾ വെനസ്വേല നിൽക്കുന്നത് ചരിത്രത്തിന്റെ ഒരു വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിലാണ്. പുറമേ നോക്കിയാൽ കാരാക്കാസ് ഇപ്പോൾ ശാന്തമാണ്. 2017 പോലെ ടയറുകൾ കത്തുന്നില്ല, തെരുവുകളിൽ വെടിയൊച്ചകൾ കേൾക്കുന്നില്ല. ബൊഡേഗോണുകൾ എന്ന ആഡംബര കടകളിൽ വിദേശ ഉൽപ്പന്നങ്ങൾ സുലഭമാണ്. റെസ്റ്റോറന്റുകളിൽ തിരക്കുണ്ട്. വെനസ്വേല പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുവന്നു എന്ന് ചിലരെങ്കിലും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതൊരു മരീചിക മാത്രമാണ്. പാക്സ് ബൊഡേഗുണിക്ക എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു താൽക്കാലിക സമാധാനം. ഈ ശാന്തതയ്ക്ക് താഴെ അഗ്നിപർവ്വതം ഇപ്പോഴും പുകയുന്നുണ്ട്. സമ്പദ്വ്യവസ്ഥയുടെ 80% ഡോളറിലാണ് നടക്കുന്നത്. എന്നാൽ സർക്കാർ ജീവനക്കാരായ അധ്യാപകർക്കും നഴ്സുമാർക്കും ഇപ്പോഴും ലഭിക്കുന്നത് മൂല്യമില്ലാത്ത ബൊളിവാറാണ്. ഒരു മാസം മുഴുവൻ പണിയെടുത്താൽ $10 പോലും തികച്ചു കിട്ടാത്തവർ $15 വിലയുള്ള ഒരു പിസ്സ വാങ്ങുന്നവരെ നോക്കി നെടുവീർപ്പിടുന്നു. അസമത്വം അതിന്റെ ഏറ്റവും വികൃതമായ രൂപത്തിൽ അവിടെ തളം കെട്ടി നിൽക്കുന്നു. ഇവിടെയാണ് മരിയ കൊറീന മച്ചാഡോ എന്ന ഉരുക്കു വനിതയുടെ ഉദയം. പഴയ പ്രതിപക്ഷ നേതാക്കൾ പലരും നാടുവിട്ടു അല്ലെങ്കിൽ മടുത്തു പിന്മാറി. എന്നാൽ മച്ചാഡോ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. 2023 ഒക്ടോബറിൽ നടന്ന പ്രതിപക്ഷത്തിന്റെ പ്രൈമറി തിരഞ്ഞെടുപ്പിൽ അവർ നേടിയ വൻ വിജയം മദുരോ ഭരണകൂടത്തെ ഞെട്ടിച്ചു. ഗ്രാമങ്ങൾ തോറും അവർ സഞ്ചരിച്ചു. പണമില്ലാതെ, പോസ്റ്ററുകളില്ലാതെ. ആളുകൾ അവരുടെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടി. അവരുടെ കണ്ണുകളിൽ പഴയ ഷാവേസിനെ കണ്ട ആരാധനയായിരുന്നില്ല, മറിച്ച് മുങ്ങിത്താഴുന്നവൻ ഒരു കച്ചിത്തുരുമ്പിനെ നോക്കുന്ന പ്രതീക്ഷയായിരുന്നു. പേടിച്ചരണ്ട ഭരണകൂടം പഴയ തന്ത്രം തന്നെ പുറത്തെടുത്തു. മച്ചാഡോയെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കി. ഡിസ്ക്വാളിഫിക്കേഷൻ. അവർക്ക് സർക്കാർ പദവികൾ വഹിക്കാൻ അവകാശമില്ലെന്ന് കോടതി വിധിച്ചു. ജനശ്രദ്ധ തിരിക്കാൻ മദുരോ മറ്റൊരു നാടകം കളിച്ചു. എസ്സിക്കീബോ. വെനസ്വേലയുടെ കിഴക്കുള്ള അയൽരാജ്യമായ ഗയാനയുടെ 2/3 ഭാഗം വരുന്ന എണ്ണയാൽ സമ്പന്നമായ പ്രദേശം. നൂറ്റാണ്ടുകളായി തർക്കത്തിലിരിക്കുന്ന ഈ സ്ഥലം വെനസ്വേലയുടേതാണെന്ന് മദുരോ പെട്ടെന്ന് അവകാശപ്പെട്ടു. ഭൂപടത്തിൽ ഗയാനയുടെ ഭാഗം കൂടി വെനസ്വേലയോട് ചേർത്ത് അദ്ദേഹം പുതിയ മാപ്പ് ഇറക്കി. ജനങ്ങളിൽ ദേശീയത ഇളക്കിവിട്ട് തിരഞ്ഞെടുപ്പിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിരുന്നു ശ്രമം. ഗയാന നമ്മുടെ മണ്ണാണ്, നമുക്കത് തിരിച്ചുപിടിക്കണം എന്ന് ടിവിയിലൂടെ അദ്ദേഹം ആക്രോശിച്ചു.
പക്ഷേ ഒഴിഞ്ഞ വയറുമായിരിക്കുന്ന ജനത്തിന് ഭൂപടത്തിലെ വരകളിലല്ല, സ്വന്തം പാത്രത്തിലെ ഭക്ഷണത്തിലായിരുന്നു ഉത്കണ്ഠ. ആ തന്ത്രം വേണ്ടത്ര ഫലം ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു. മച്ചാഡോയ്ക്ക് മത്സരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി. അവിടെ വെനസ്വേലൻ ജനത അപാരമായ പക്വത കാണിച്ചു. വ്യക്തികളല്ല പ്രധാനം, മാറ്റമാണ് പ്രധാനം എന്ന് അവർ തിരിച്ചറിഞ്ഞു. മച്ചാഡോ തന്റെ പകരക്കാരനായി എഡ്മണ്ടോ ഗോൺസാലസ് എന്ന ശാന്തനായ, പ്രായമായ മുൻ നയതന്ത്രജ്ഞനെ നിർദ്ദേശിച്ചു. ആരെയും ആകർഷിക്കുന്ന വ്യക്തിപ്രഭാവമില്ലാത്ത, അധികം സംസാരിക്കാത്ത മനുഷ്യൻ. പക്ഷേ മദൂറോയ്ക്കെതിരെയുള്ള വോട്ടുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നു. 2024 ജൂലൈയിലെ തിരഞ്ഞെടുപ്പ് വെനസ്വേലയുടെ വിധി നിർണയിക്കുന്ന ദിവസം. എന്താണ് സംഭവിച്ചതെന്ന് ലോകം കണ്ടതാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ എക്സിറ്റ് പോളുകളും വോട്ടിംഗ് മെഷീനുകളിൽ നിന്നുള്ള രസീതുകളും ആക്ടസ് കാണിച്ചത് പ്രതിപക്ഷത്തിന്റെ വമ്പിച്ച വിജയമാണ്. 70%-ലധികം വോട്ടുകൾ ഗോൺസാലസിന് ലഭിച്ചു. ജനം മാറ്റത്തിനു വേണ്ടി മുദ്രകുത്തി. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് നേരെ തിരിച്ചാണ്. മദൂറോ വിജയിച്ചു. തെളിവുകളില്ല, കണക്കുകളില്ല, വെറുമൊരു പ്രഖ്യാപനം മാത്രം. വീണ്ടും പ്രതിഷേധങ്ങൾ, വീണ്ടും അടിച്ചമർത്തലുകൾ. ജയിച്ചവർ ഒളിവിലും തോറ്റവർ അധികാരത്തിലുമായി തുടരുന്ന വിചിത്രമായ ജനാധിപത്യം. പക്ഷേ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കപ്പുറം വെനസ്വേലയുടെ ഹൃദയത്തിൽ മറ്റൊരു മുറിവ് പഴുത്തു നിൽക്കുന്നുണ്ട്. അത് അവിടെ അവശേഷിക്കുന്ന വൃദ്ധജനങ്ങളുടെ ഏകാന്തതയാണ്. നിങ്ങളൊന്ന് സങ്കൽപ്പിക്കൂ, ഒരു വലിയ വീട്. അവിടെ 80 വയസ്സുള്ള ഒരമ്മയും അച്ഛനും മാത്രം. അവരുടെ മക്കൾ സ്പെയിനിലോ അമേരിക്കയിലോ ചിലിയിലോ ആണ്. കൊച്ചുമക്കളെ അവർ കണ്ടിരിക്കുന്നത് വാട്സാപ്പ് വീഡിയോ കോളിലൂടെ മാത്രം. മക്കൾ അയക്കുന്ന പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ അസുഖം വന്നാൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്തു തരാൻ ആരുമില്ല. മരിച്ചാൽ അന്ത്യക്രമങ്ങൾ ചെയ്യാൻ മക്കൾക്ക് വരാൻ കഴിയില്ല. അയൽക്കാർ ശവമടക്ക് നടത്തേണ്ടി വരുന്ന ഗതികേട്. അനാഥരായ മാതാപിതാക്കൾ എന്നൊരു പുതിയ വിഭാഗം ആ സമൂഹത്തിലുണ്ടായിരിക്കുന്നു. ഇതാണ് വെനസ്വേലയുടെ യഥാർത്ഥ നഷ്ടം. എണ്ണ തിരിച്ചുപിടിക്കാം, സമ്പദ്വ്യവസ്ഥ ശരിയാക്കാം. പക്ഷേ നഷ്ടപ്പെട്ടുപോയ ഈ സമയം, കുടുംബ ബന്ധങ്ങൾ, ഒരു തലമുറയുടെ സ്നേഹം, അത് തിരിച്ചുപിടിക്കാൻ ഏത് എണ്ണപ്പണം കൊണ്ട് സാധിക്കും? ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചില സത്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. വെനസ്വേലയുടെ കഥ വെറുമൊരു ലാറ്റിനമേരിക്കൻ രാജ്യത്തിന്റെ കഥയല്ല. അത് മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒപ്പം അതിജീവനത്തിന്റെയും സാർവത്രികമായ പാഠപുസ്തകമാണ്. പ്രകൃതി നൽകിയ വരമായിരുന്നു എണ്ണ. പക്ഷേ അവർ അതിനെ ദൈവമാക്കി മാറ്റി. അധ്വാനമില്ലാതെ പണം വരുമ്പോൾ മനുഷ്യൻ മണ്ണിൽ നിന്ന് അകലുന്നു, കൃഷി മറക്കുന്നു, നിർമ്മാണം മറക്കുന്നു. എല്ലാം എളുപ്പത്തിൽ കിട്ടുമെന്ന മിഥ്യാധാരണയിൽ ജീവിക്കുന്നു. വിഭവങ്ങളുടെ ശാപം എന്ന് സാമ്പത്തിക വിദഗ്ധർ വിളിക്കുന്ന ആ പ്രതിഭാസം ഒരു ജനതയുടെ സ്വഭാവത്തെ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഈ ഇരുട്ടിനിടയിലും വെളിച്ചത്തിന്റെ ചില പൊട്ടുകൾ കാണാം. വിദേശത്തേക്ക് പോയ 8 ദശലക്ഷം വെനസ്വേലക്കാർ. അവർ വെറും അഭയാർത്ഥികളല്ല. അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നു. അവർ കഠിനാധ്വാനം ചെയ്യുന്നു. അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ആ പഴയ വെനസ്വേലയുണ്ട്. കാരാവില മലനിരകളുടെ സൗന്ദര്യവും അരേപ്പയുടെ രുചിയും ജന്മനാടിന്റെ സംഗീതവും. എന്നെങ്കിലും സാഹചര്യങ്ങൾ മാറുമ്പോൾ അവർ തിരിച്ചുവരും. അവർ കൊണ്ടുവരുന്നത് പണം മാത്രമല്ല, ലോകം കണ്ടറിഞ്ഞ അനുഭവങ്ങളും പുതിയ ആശയങ്ങളുമായിരിക്കും. അതാണ് വെനസ്വേലയുടെ യഥാർത്ഥ ഭാവി. ഇപ്പോൾ നമുക്ക് ആ തുടക്കത്തിലേക്കൊന്ന് തിരിച്ചു പോകാം. 1498 കൊളംബസ് കണ്ട ആ കൃപയുടെ ഭൂമി. മരാക്കൈബോ തടാകത്തിന് മുകളിൽ ഇപ്പോഴും സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. ഡ്രില്ലിംഗ് ടവറുകൾ തുരുമ്പെടുത്ത് നിശ്ചലമായി നിൽക്കാം. പക്ഷേ തടാകം ശാന്തമാണ്. ആൻഡീസ് പർവ്വതനിരകളിൽ ഇപ്പോഴും മഞ്ഞ് വീഴുന്നുണ്ട്. കാരാവില പർവ്വതം കരാക്കസ് നഗരത്തിന് കാവലായി നിൽക്കുന്നു. ഭരണകൂടങ്ങൾ വരും പോകും, ഏകാധിപതികൾ മരിക്കും, എണ്ണ എന്നെങ്കിലും തീർന്നു പോകും. പക്ഷേ മനുഷ്യന്റെ ഇച്ഛാശക്തി, ഹ്യൂമൻ സ്പിരിറ്റ് മരിക്കില്ല. ഇന്നത്തെ വെനസ്വേലയിൽ ഒരമ്മ തന്റെ കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഷ്ടപ്പെടുമ്പോഴും അവൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ചിരിക്കാറുണ്ട്. ആ ചിരിയിലാണ് വെനസ്വേലയുടെ ജീവൻ തുടിക്കുന്നത്. ഏതിരുട്ടിനെയും കീറിമുറിക്കാൻ ശേഷിയുള്ള പ്രതീക്ഷയുടെ വെളിച്ചം ആ
മനുഷ്യരാണ് അവിടുത്തെ യഥാർത്ഥ സമ്പത്ത് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലം വരും. അന്ന് വെനസ്വേല വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. പ്രണയവും നഷ്ടവും കാലവും ഇഴചേർന്ന ഈ വലിയ ചരിത്രകഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് കേട്ടിരുന്ന നിങ്ങൾ സ്വന്തം മണ്ണിനെയും അധ്വാനത്തെയും ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും എത്രമാത്രം വിലമതിക്കുന്നുവെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. കാരണം സ്വാതന്ത്ര്യം